ഓക്കെ ഓക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് നമ്മുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലേ, കുറച്ച് പ്രോബ്ലം തിയറി എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത് ചാപ്റ്റർ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. മക്കളെ കേൾക്കുന്നുണ്ടോ? കൈവിശിക്ക്. ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സിക്സ്ത് ചാപ്റ്റർ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. സെവൻത് ചാപ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് എയ്ത്ത് ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഈ 4 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. ബാലൻസ് ചാപ്റ്റേഴ്സ് നാളെ കേട്ടോ. ആദ്യത്തെ 4 ചാപ്റ്ററിന് ശേഷമുള്ള 4 ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ 4 ചാപ്റ്റർ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടല്ലോ. അപ്പൊ നമുക്ക് ഈ പറയുന്ന 4 ചാപ്റ്ററിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ഒന്ന് എനർജറ്റിക് ആയിട്ട് കൈവിശി കാണിച്ച് നോക്കട്ടെ, റെഡിയാണോ എന്ന്. ഓക്കെ, എല്ലാവരും ഉഷാറാണ്. സൈക്കോളജി പഠിക്കാൻ തന്നെ വന്നിരിക്കുക. മക്കളൊന്ന് ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ കയറാനായിട്ട് കേട്ടോ. എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യട്ടോ, ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാം. ഇത് ഫ്രീ ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ സെൽഫിഷ് ആകാതെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടി ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറയാം. അവരും കൂടി പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കട്ടെ അല്ലേ. എനിക്ക് അസൂയാണ്, അസൂയുള്ള കുട്ടികളെ വരും. ഒരാൾക്ക് ഷെയർ ചെയ്യും, ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ കേട്ടോ. കുടുംബശ്രീ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും കേട്ടോ. എല്ലാരും പറയട്ടെ. ഓക്കെ, അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം സാറേ. അപ്പൊ നമുക്ക് ആദ്യം ട്രയൽ ബാലൻസ് ഡിസ്കസ് ചെയ്യാം അല്ലെ. ഓക്കെ, സ്റ്റാർട്ടിങ് തന്നെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട് പോവാം. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാം മക്കളെ, ഈ ഒരു ഏരിയയിൽ എന്തായാലും ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനോ വരാം. 1 മാർക്കിന്റെ മേ ബി ചിലപ്പോ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. അതായത് ഡാഷ് സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ടിന്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിക്കാം. ഏതാണ് സ്റ്റേറ്റ്മെന്റ്? ട്രയൽ ബാലൻസ് കേട്ടോ. ആ ഒരു വേർഡ് അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ ഓർത്തോളുക, ട്രയൽ ബാലൻസ് ആണ് കേട്ടോ. അപ്പൊ അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്ന് ഓർത്ത് വെക്കുക. അരിത്തമെറ്റിക്കൽ ആക്യുറസി എവിടെ കണ്ടാലും അതിന് ആൻസർ എന്താണ്? ട്രയൽ ബാലൻസ് ആണ്, മാറിപ്പോകരുത്. ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് ബാലൻസ് ഷീറ്റ് ആണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ബാലൻസ് ഷീറ്റ് നമ്മൾ എന്തിനാ പ്രിപ്പയർ ചെയ്യണേ? ടു ചെക്ക് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് കേട്ടോ മക്കളെ. ഇത് രണ്ടും ഓർത്ത് വെക്കുക. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബാലൻസ് ഷീറ്റ്. അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ട്രയൽ ബാലൻസ്. ഇത് രണ്ടും മാറി 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഇത് കഴിച്ച് കാണിച്ച എല്ലാവരും. സാന്ദ്രത ഇപ്പോഴേ കോട്ട് വൈകിട്ട് തുടങ്ങി സാറേ. അപ്പൊ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനായിട്ട്, അരിത്തമെറ്റിക്കൽ ആക്യുറസി അറിയാൻ ട്രയൽ ബാലൻസ്. ഇത് 2 സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആരും എഴുതി വെക്കരുത്. അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു എല്ലാവരും കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല അത് കേട്ടല്ലോ. യെസ്, അതുകൊണ്ട് ആകെ 2 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് +1 പഠിക്കാനുള്ളൂ. അത് ഏതൊക്കെയാ? ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റ്. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ ആണോ? കൈവിശിക്കുക എല്ലാവരും. യെസ്, അപ്പൊ നമുക്ക് ട്രയൽ ബാലൻസ് നീഡ് ആൻഡ് പർപ്പസ് പഠിച്ചാലോ? ട്രയൽ ബാലൻസ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അതിന്റെ ആവശ്യകത എന്താണ്? പറഞ്ഞു സാറേ. ഫസ്റ്റ് എന്താണ്? നമ്മുടെ ആൻസർ ആണല്ലേ, അരിത്തമെറ്റിക് ആക്യുറസി കണ്ടുപിടിക്കാൻ വേണ്ടി. കറക്റ്റ് ആണ്, ലെഡ്ജർ അക്കൗണ്ട്സ് കറക്റ്റ് ആണോ ടാലി ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇത് പ്രിപ്പയർ ചെയ്യാൻ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. രണ്ടാമത്തെ നീഡ് ആൻഡ് പർപ്പസ് എന്താണ്? ലൊക്കേറ്റിംഗ് എറേഴ്സ് ആണ്. കാരണം അക്കൗണ്ട് ചെയ്യുമ്പോൾ എറേഴ്സ് ഉണ്ടാവും അല്ലെ, മാനുവായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എവിടെയാണ് എറർ വന്നിട്ടുള്ളതെന്നും എററുകൾ കണ്ടുപിടിക്കാനും അതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അത് റെക്ടിഫൈ ചെയ്യാൻ ഇത് ട്രയൽ ബാലൻസ് ആവശ്യമാണ് കേട്ടോ. മൂന്നാമത്തെ പ്രിപ്പറേഷൻ ആണ്, മൂന്നാമത്തെ നീഡാണ് ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഫൈനൽ അക്കൗണ്ട്സ്. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ഇല്ല, ബാലൻസ് ഷീറ്റ്. അപ്പൊ ട്രയൽ ബാലൻസ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഒരു മുന്നോടിയാണ് എന്ത്? നമ്മുടെ ട്രയൽ ബാലൻസ് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് അല്ലേ തരാറ് ക്വസ്റ്റ്യൻ പേപ്പറിൽ? ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്, അപ്പൊ ട്രയൽ ബാലൻസ് എന്തിനു യൂസ് ചെയ്യാം? ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. യെസ്, അപ്പൊ ഈ 3 നീഡ് മസ്റ്റ് ആയിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്കൊരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ട്രയൽ ബാലൻസ്. നമ്മുടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ. ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിയണം. അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് എല്ലാത്തിന്റെ ഫോർമാറ്റ് ഒന്ന് നോക്കുക. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. ബാങ്ക് റീകൺസിലേഷൻ, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, അതിന്റെ എല്ലാത്തിന്റെ ഫോർമാറ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. കേട്ടോ സാന്ദ്ര? ഓക്കെ, അപ്പൊ നമുക്ക്
ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. ട്രയൽ ബാലൻസ് അപ്പൊ സാറ് ഓരോന്നായിട്ട് പറയാം ഇവിടെ വരാം അല്ലേ? ഓക്കെ, ഓരോ ഐറ്റം വായിക്കാം. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാണ്. ട്രയൽ ബാലൻസ് ഉണ്ട് അല്ലേ? ഡെബിറ്റ് സൈഡ് ഉണ്ട്. ഇത് ജേണൽ ഫോമിലുണ്ട്, ലെഡ്ജർ ഫോമിലുണ്ട്. ഞാനിപ്പോ വരയ്ക്കുന്നത് ജേണൽ ഫോമിലാണ് കേട്ടോ. ട്രയൽ ബാലൻസ് 2 ഫോമിൽ വരയ്ക്കാം. അപ്പൊ ഡെബിറ്റ് അതുപോലെ തന്നെ ക്രെഡിറ്റ്. സോ ഇവിടെ പെർട്ടിക്കുലേഴ്സ്. അപ്പോ ഫോർമാറ്റ് മാറിപ്പോകരുത്. ട്രയൽ ബാലൻസ് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് മിക്കവാറും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടായിരിക്കും ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ഓൾറെഡി അവിടെ ട്രയൽ ബാലൻസ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് നോക്കി ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണും. ഡൗട്ട് ഉണ്ടെങ്കിൽ അതായത് നോർമലി ഉള്ള ഈ സെയിൽസും പർച്ചേസ് ഒക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അതിന് ആൻസർ ഉണ്ട്. അത് ലാസ്റ്റ് ആയിട്ട് ആ ട്രയൽ ബാലൻസ് ഉണ്ടാവും. അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇതിന്റെ കോഡൊക്കെ അവർക്ക് ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളത് LIC അല്ലെ സാറേ? LIC അതായത് ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. ഇൻകം, ക്യാപിറ്റൽ. ഇത് 3 എന്താ ചെയ്യണ്ടേ? ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാം. ഇത് 3 നമ്മൾ എന്താ ചെയ്യാ? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. LIC ഓർത്ത് വെക്കുക. LIC. അപ്പൊ ലയബിലിറ്റിയുടെ ഓപ്പോസിറ്റ് എന്താ വരിക? ഇൻകത്തിന്റെ ഓപ്പോസിറ്റ് എക്സ്പെൻസസ്. ക്യാപിറ്റലിന്റെ ഓപ്പോസിറ്റ് ഡ്രോയിങ്സ് ആണ് അല്ലെ? കാരണം ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്നാൽ ക്യാപിറ്റൽ, ബിസിനസ് ചെയ്യുന്ന ഓണർ പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്താലോ ഡ്രോയിങ്സ് ആണ്. അപ്പൊ ഇത് 3 വന്നാൽ എവിടെ എഴുതാ? ഡെബിറ്റ് സൈഡ് എഴുതാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും. ഇത് 2 സൈഡ് നമുക്ക് എന്തായിട്ട് കിട്ടും? ടാലി ആയിട്ട് കിട്ടും. 2 സൈഡും ഈക്വൽ ആയിട്ട് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യമേ നമുക്ക് ആൻസർ കിട്ടാനുള്ള ഞാൻ എളുപ്പവഴി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് എളുപ്പവഴി സാറേ? ഒരാളെന്ന് വിളിക്കൂ സാറേ. ആദ്യം തന്നെ ഈ ട്രയൽ ബാലൻസ് ടാലി ആകുന്ന എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു എളുപ്പവഴി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആര് പറയും? തീർത്ഥ പറഞ്ഞ തീർത്ഥ എന്താ ചെയ്യണ്ടേ? എല്ലാ എമൗണ്ടും ടോട്ടൽ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി അല്ലെ? എല്ലാതും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ ഹാഫ് എടുത്താൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് 2 സൈഡും ഈക്വൽ ആകുന്ന എമൗണ്ട്. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. അഫ്ന ഓക്കെ അല്ലേ? നമ്മുടെ +2 അഫ്ന ഉണ്ട്. അപ്പൊ എല്ലാ എമൗണ്ടും കൂടി കൂട്ടുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഒന്ന് കൂട്ടിക്കുക എല്ലാവരും. 1,50,000, 74,500, 2 lakh, 1,000, 1,35,000, 5,000, 15,000, 1,500, 2,000, 1,000 ഡിവൈഡ് ബൈ 3,000 എല്ലാം കൂടി കൂട്ടുക. അതിനെ ഡിവിഷൻ ബൈ 2 ചെയ്യുക. കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ നോക്കട്ടെ. എല്ലാം കൂടി കൂട്ടി 2,94,000. 2,94,000 ആണോ കിട്ടിയേക്കണേ സാർ? ഒരാളെ വിളിച്ചേ. ശ്രീരാജ് ആൻസർ കിട്ടിയോടാ? പറഞ്ഞോ ശ്രീരാജ്? റേഞ്ച് ഇല്ല സാറേ. ആദ്യത്തെ ആൻസർ കിട്ടിയോടാ? എല്ലാ എമൗണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 സൈഡിലെ ഈക്വൽ ആകുന്ന എമൗണ്ട് കിട്ടും. കിട്ടിയിട്ടുണ്ടോ? ആദ്യമൊക്കെ ഓരോ നമ്പർ പെറുക്കിക്കൊണ്ടിരിക്കുക. വേറെ ആരെങ്കിലും ഉണ്ടോ ബാക്കി സാറേ? കിട്ടിയവരുണ്ടെങ്കിൽ റൈസാൻഡ് മക്കളെ കാൽക്കുലേറ്റർ വെച്ചിട്ട് വാ വിളിച്ചോണ്ടിരിക്കണം നിങ്ങള്. ഒന്ന് വേഗത്തിൽ ഒന്ന് ഫാസ്റ്റ് ആയിരുന്നു കൂട്ടിക്കേ. എല്ലാ എമൗണ്ടും കൂടി കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ അനശ്വര എത്രയാണ് കിട്ടിയേക്കണേ? 2,94,000 ആണ് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോ കേട്ടോ. 2,94,000 അതാണ് നമ്മുടെ ടാലി ആവുന്ന. അപ്പൊ അത് ആദ്യം എടുത്ത് എഴുതാം. ചില ടീച്ചർമാര് ചിലപ്പോൾ ടാലി ആവുന്ന എമൗണ്ട് മാത്രമേ നോക്കുള്ളൂ അല്ലേ? അപ്പൊ തന്നെ ഫുൾ മാർക്ക് ചിലപ്പോൾ കിട്ടും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ട്രിക്ക് എന്ത് ചെയ്യാ? ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്യാം. നമുക്ക് ആദ്യം ഓരോന്നായിട്ട് പോയാലും സാറേ. ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ് അല്ലേ? ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ ചെയ്താ 1,50,000. നെക്സ്റ്റ് സെയിൽസ് നമുക്ക് ഇൻകം ആണ്. നമുക്കറിയാം ഏതൊരു ബിസിനസിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ് റവന്യൂ ആണ് സെയിൽസ്. അപ്പൊ എവിടെ എഴുതാം? ക്രെഡിറ്റ് സൈഡിൽ 74,500. നെക്സ്റ്റ് ക്യാപിറ്റൽ ആണ്, ലയബിലിറ്റി ആണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അല്ലെങ്കിൽ ക്യാപിറ്റൽ LIC സി ക്യാപിറ്റൽ ആണ്. 2 lakh. നെക്സ്റ്റ് ഐറ്റം ഏതാ? സെയിൽസ് റിട്ടേൺ ആണ്. മക്കളെ ഈ സെയിൽസും സെയിൽസ് റിട്ടേൺ ഓപ്പോസിറ്റ് ആണ്. അത് മറന്നു പോകരുത് കേട്ടോ. സെയിൽസ് ക്രെഡിറ്റ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്താണ്? ഡെബിറ്റ് ആണ്. അതുപോലെ പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് വരും. സെയിൽസ് റിട്ടേൺ മറ്റൊരു പേര് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിൽസ് റിട്ടേൺ എന്നല്ലായിരിക്കും തരിക. അതിന് പകരം ചിലപ്പോൾ എന്തായിരിക്കും വരിക? റിട്ടേൺ ഇൻവേർഡ് എന്നായിരിക്കും. റിട്ടേൺ ഇൻ എന്ന് പറയുന്ന അർത്ഥം
റിട്ടേൺ ഇങ്ങോട്ട് തിരിച്ചു വരിക, ഇന്ന് പറഞ്ഞ ഉള്ളിലോട്ട്. അപ്പൊ ഉള്ളിലോട്ട് തിരിച്ചു വരണമെങ്കിൽ മുമ്പ് നമ്മൾ നമ്മൾ സെയിൽ ചെയ്ത പ്രൊഡക്റ്റ് പുറത്തോട്ട് വിറ്റിട്ടുണ്ടാവും. അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ഇപ്പൊ സെയിൽസ് റിട്ടേൺ വന്നാൽ നമ്മൾ ഡെബിറ്റ് ചെയ്ത 1000 rupees. നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റ് ആണ്. സോ ഡെബിറ്റ് സൈഡിൽ എഴുതുക. എത്രയാണ് എമൗണ്ട് സാറേ? 1,35,000. നെക്സ്റ്റ് സാലറി എക്സ്പെൻസ്, എക്സ്പെൻസ് ആണ്. അപ്പൊ ഡെബിറ്റ് ചെയ്യുക നമ്മുടെ ഈ ഇൻകത്തിന്റെ ഓപ്പോസിറ്റ്. നെക്സ്റ്റ് ബാങ്ക് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ഓവർഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് പല കുട്ടികളും തെറ്റിക്കാറുണ്ട്. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഒരു ലയബിലിറ്റി ആണ്. അത് എന്ത് ലയബിലിറ്റിയാ? കറന്റ് ലയബിലിറ്റി. ചിലപ്പോ എക്സാമിന് ചോദിക്കും കറന്റ് ലയബിലിറ്റിക്ക് ഒരു എക്സാമ്പിൾ എഴുതാൻ പറയും. അപ്പൊ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണ് കറന്റ് ലയബിലിറ്റി കേട്ടോ. അതിനൊരു എക്സാമ്പിൾ ഓർത്ത് വെക്കുക കേട്ടോ. അതിന്റെ ക്രെഡിറ്റേഴ്സ് ഒക്കെ നമുക്ക് പറയാം അല്ലെ. 15,000. അടുത്ത കമ്മീഷൻ റിസീവ്ഡ്. മക്കളെ റിസീവ്ഡ് എന്ന് കണ്ടാൽ അത് ക്രെഡിറ്റ് ആണ് കേട്ടോ. അത് ഇങ്കാണ്. റിസീവ്ഡ് കണ്ടാൽ അപ്പൊ ഇങ്കാണ്. ക്രെഡിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യാം. അപ്പൊ കമ്മീഷൻ റിസീവ്ഡ് വരാം, റെന്റ് റിസീവ്ഡ് വരാം, ഡിസ്കൗണ്ട് റിസീവ്ഡ് വരാം, ഇൻട്രസ്റ്റ് റിസീവ്ഡ് വരാം. റിസീവ്ഡ് കണ്ടാൽ അത് ക്രെഡിറ്റ് സൈഡ് ആണ് കേട്ടോ. ഇനി റിസീവ്ഡിന് പകരം വേണമെങ്കിൽ ബ്രാക്കറ്റ് CR ക്രെഡിറ്റ് എന്ന് പറഞ്ഞു വരാം അല്ലെ. അങ്ങനെയും വരാം. അപ്പൊ അത് ക്രെഡിറ്റ് സൈഡ് ആണ്. 1,500. നെക്സ്റ്റ് നമ്മുടെ എന്താ? വെഹിക്കിൾസ്. അത് അസറ്റ് ആണ്. വാഹനങ്ങൾ അസറ്റ് ആണ്. നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ, ഒരു കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അസറ്റ് അല്ലേ? അവിടെ കുറെ വണ്ടികളാണല്ലേ. അപ്പൊ കുറെ വണ്ടികളുടെ കുട്ടിയുണ്ട്. ബെൻസ് ഓടിക്കുന്ന കുട്ടിയുണ്ട്. അപ്പൊ ഈ തള്ളാണോ? തള്ളല്ല, സത്യം. ഞാൻ കണ്ടില്ലേ, ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പോ വെഹിക്കിൾസ് നമുക്കൊരു അസറ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡ് ചെയ്ത 2,000. നെക്സ്റ്റ് പർച്ചേസസ്. സെയിൽസിന് നേരെ ഓപ്പോസിറ്റ് ആണ് പർച്ചേസസ് കേട്ടോ. പർച്ചേസസ്. അപ്പൊ ക്രെഡിറ്റ് സെയിൽസ് ക്രെഡിറ്റ് ആണ്. ഈ പർച്ചേസ് എന്താ വരിക? ഡെബിറ്റ് ആയിരിക്കും വരിക. ലാസ്റ്റ് വൺ ക്രെഡിറ്റേഴ്സ്. സ്ഥലമില്ല ഞാൻ ഇവിടെ എഴുതാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഉണ്ടല്ലോ സാറേ. ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റ്. യെസ്, ദാറ്റ് ഈസ് ക്രെഡിറ്റ് സൈഡ് ചെയ്ത 3,000. ഡെറ്റേഴ്സ് വന്നാലോ? ഡെബിറ്റ് ചെയ്ത. മാറിപ്പോ വരുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടിയിരിക്കും. കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐറ്റം അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നോക്കുക ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് കേട്ടോ. അങ്ങനെ ആൻസറിലേക്ക് എത്തിക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് എല്ലാവരും നോക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമായി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ട്രയൽ ബാലൻസ് ക്ലിയർ അല്ലേ? സാന്ദ്ര ഓക്കെ അല്ലേടാ? അഫ്ന ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ എല്ലാവർക്കും ട്രയൽ ബാലൻസ് ക്ലിയർ ആയെന്ന് കരുതുന്നു. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ട്രയൽ ബാലൻസിൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാത്തിനും ട്രിക്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ സമയത്ത് നല്ല അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യുക. മക്കളെ അക്കൗണ്ടൻസി പ്രസന്റ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നീറ്റ് ആയിട്ട് സ്കെയിലൊക്കെ വെച്ച് ഭംഗിയായിട്ടൊക്കെ വരച്ച് ചെയ്യാം കേട്ടോ. ഒരു ആർട്ട് പോലെ അല്ലേ? അക്കൗണ്ടൻസി ആർട്ട് നമ്മൾ ഡെഫിനിഷൻ പഠിക്കുന്നുണ്ട്. എനിക്ക് അറിയാവോ കേട്ടോ. അപ്പൊ അതിലുണ്ട് ആർട്ടാണെന്ന്. അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ് അല്ലേ? സോ അതുകൊണ്ട് ആർട്ട് പോലെ ഇരിക്കുന്ന പേപ്പർ നോക്കുമ്പോ കേട്ടോ. യെസ്, ഓക്കെ അല്ലേ? ട്രയൽ ബാലൻസ്. അപ്പൊ നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ ടൈപ്സ് ഓഫ് എറേഴ്സ് ആണല്ലേ സാറേ? ടൈപ്സ് ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ തിയറി പറഞ്ഞു പോവാം. കാണിച്ചോളൂ. ഏതൊക്കെ ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്? പ്രധാനപ്പെട്ട 4 ടൈപ്സ് അല്ലേ സിലബസിൽ. എറർ ഓഫ് കമ്മീഷൻ ഉണ്ട്, എറർ ഓഫ് ഒമിഷൻ ഉണ്ട്, എറർ ഓഫ് പ്രിൻസിപ്പിൾ, ലാസ്റ്റ് വൺ കോമ്പൻസേറ്റിംഗ് എറർ കേട്ടോ. 4 ടൈപ്പ് എറർ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എന്താണ്? എറർ ഓഫ് കമ്മീഷൻ ആണ്. മക്കളെ എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയിട്ടുള്ളത് എന്താ? റോങ് അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക്. മനസ്സിലായോ? ഇത് റോങ് ആയിട്ട് നമ്മൾ ടോട്ടൽ ചെയ്യുക, റോങ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുക, റോങ് ബാലൻസിങ് ചെയ്യുക, റോങ് ആയിട്ട് കാസ്റ്റ് ചെയ്യുക, റോങ് ക്യാരി ഫോർവേഡ് എടുത്ത് എഴുതുമ്പോൾ മാറിപ്പോകുക. അപ്പൊ ഈ റോങ് എന്ന് പറയുന്ന വേർഡിന് പകരം ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബൈ മിസ്റ്റേക്ക് എന്നോ മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പോൾ തരിക കേട്ടോ. അപ്പൊ മിസ്റ്റേക്ക് എന്നോ റോങ് എന്നോ കണ്ടാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? കമ്മീഷൻ. എറർ ഓഫ് കമ്മീഷൻ ആയിരിക്കും. ഓക്കെ ആണെങ്കിൽ എല്ലാവരും കഴിക്കാൻ സ്റ്റാഫ് ഉണ്ടാക്കുന്നതാണല്ലോ. ഇപ്പൊ അക്കൗണ്ടിങ് ചെയ്യുന്ന ആൾക്കാർ അത് എടുത്ത് എഴുതുമ്പോഴോ കൂട്ടുമ്പോഴോ ഒക്കെ വരുന്ന മിസ്റ്റേക്ക് ആണ് എറർ ഓഫ് കമ്മീഷൻ. അപ്പൊ റോങ് ടോട്ടലിങ്, അത് റോങ് കാസ്റ്റിംഗ്, അതൊക്കെ നമുക്ക് പറയാം. റോങ്ങിന് പറയാം എന്ത് പറയാം? മിസ്റ്റേക്ക് എന്നും പറയാം കേട്ടോ. മിസ്റ്റേക്ക് അതും ഒന്ന് ഓർത്ത് വെക്കാം. ഇതൊക്കെ എന്താണ്? എറർ ഓഫ് കമ്മീഷൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് എറർ ഓഫ് ഒമിഷൻ. ഇത് ഒമിറ്റ് എന്ന് പറഞ്ഞ സാറേ വിട്ടുപോകുക, നമ്മൾ എടുക്കാൻ വിട്ടുപോകുക. ഒമിറ്റിംഗ് എന്ന് പറഞ്ഞ എന്താണ്? വിട്ട് കളയുക. ഒമിഷൻ 2 തരത്തിലുണ്ട് അല്ലേ? എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ ഉണ്ട്, അതുപോലെ കംപ്ലീറ്റ് ഒമിഷൻ ഉണ്ട്. എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ ഉണ്ട്, അതുപോലെ തന്നെ എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ ഉണ്ട്. എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ ഉണ്ട്. എന്താ കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ? കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകുക, ഒട്ടും എടുക്കാതിരിക്കുക. അതിനാണ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാറില്ലേ? സോൾഡ് ഗുഡ്സ് ടു മോഹൻ വേർ നോട്ട് റെക്കോർഡഡ് അല്ലെ? വേർ നോട്ട് റെക്കോർഡഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ. അത് എടുത്തിട്ടേ ഇല്ല, അത് റെക്കോർഡ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യുക? ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക, ജസ്റ്റ് എൻട്രി ചെയ്ത് റെക്കോർഡ് ചെയ്താൽ മതി, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ ആണോ മക്കളെ? അപ്പൊ എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എറർ ഓഫ് കമ്മീഷൻ, റോങ് ടോട്ടലിംഗ്, ബൈ മിസ്റ്റേക്ക് ഒക്കെ ആണ് സാധനം. അവിടെ തിന്നിരുന്നു എന്തൊക്കെ തിന്നോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. എറർ ഓഫ് ഒമിഷൻ, ഒമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിട്ട് കളയുക.
അത് രണ്ട് തരത്തിൽ വിട്ട് കളയാം, ഫുള്ളായിട്ട് വിട്ട് കളയാം, പകുതിയായിട്ട് ഒരു പകുതി എടുത്തു, ഡെബിറ്റ് എടുത്ത് ക്രെഡിറ്റ് എടുത്തില്ല, അങ്ങനെ പകുതിയായിട്ട് വിട്ട് കളയാം. അതാണ് എറർ ഓഫ് പാർഷ്യൽ. അപ്പൊ എടുത്ത് ഞാൻ പാർഷ്യൽ പകുതിയായിട്ട് എടുക്കുക കേട്ടോ. അടുത്തെന്താ എറർ ഓഫ് പ്രിൻസിപ്പിൾ. അത് വയലേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ആണ് കേട്ടോ മക്കളെ. നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടില്ലേ? ഏതൊക്കെ പ്രിൻസിപ്പിൾ പഠിച്ചിട്ട് ഒരു 4 എണ്ണം പറഞ്ഞേ. ഇത് നമ്മുടെ വെരിഫൈബിൾ ഒബ്ജക്റ്റീവ്, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഡ്യുവൽ ആസ്പെക്ട്, മണി മെഷർമെന്റ്, വെരിഫൈബിൾ ഒബ്ജക്റ്റീവ്, കുറെ പ്രിൻസിപ്പിൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഇല്ലേ മക്കളെ? ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ഈ പ്രിൻസിപ്പിളിനെ നമ്മൾ ഫോളോ ചെയ്യാതെ അക്കൗണ്ടിങ് ചെയ്താൽ അത് തെറ്റാണ് അല്ലെ? എറർ ഓഫ് പ്രിൻസിപ്പിൾ. എക്സാമ്പിൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ് ബോട്ട് ഫർണിച്ചർ ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ഫർണിച്ചർ വാങ്ങുമ്പോ എവിടെ കാണിക്കും സാറേ? ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് അല്ലെ? ഫർണിച്ചർ വാങ്ങുമ്പോ ഫർണിച്ചർ അക്കൗണ്ട് ലെറ്റർ എന്നല്ലേ കാണിക്കുക? ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ അങ്ങനെയല്ലേ കാണിക്കേണ്ടത്? ഫർണിച്ചർ വാങ്ങിയ ഫർണിച്ചർ അക്കൗണ്ട് ലെറ്റർ, മെഷീനറി വാങ്ങിയാൽ മെഷീനറി അക്കൗണ്ട് ലെറ്റർ, ലാൻഡ് വാങ്ങിയാൽ ലാൻഡ് അക്കൗണ്ട് ലെറ്റർ അല്ലേ? പക്ഷെ ഗുഡ്സ് വാങ്ങുമ്പോഴോ അവിടെ പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ കാണിക്കണം. പർച്ചേസ് ഡെബിറ്റ് ചെയ്യുക. അതാണ് അക്കൗണ്ടിങ്ങിന്റെ റൂള് അല്ലെ? ഗുഡ്സ് വാങ്ങുമ്പോൾ മാത്രമേ പർച്ചേസ് കാണിക്കണം. പക്ഷെ നമ്മൾ തെറ്റായിട്ട് ഫർണിച്ചർ വാങ്ങിയത് എവിടെ കാണിച്ചു? പർച്ചേസ് കാണിക്കാം. അത് പ്രിൻസിപ്പിളിന് എതിരാണ്. പ്രിൻസിപ്പിൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്. പ്രിൻസിപ്പിൾ, എറർ ഓഫ് പ്രിൻസിപ്പിൾ. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? അതിന് എക്സാമ്പിൾ ഓർത്ത് വെക്കാട്ടോ. എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ബോട്ട് ഫർണിച്ചർ ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ഫർണിച്ചർ വരെ മെഷീനറി എഴുതാം, ലാൻഡ് എഴുതാം, ബിൽഡിംഗ് എഴുതാം. പക്ഷെ ഡെബിറ്റ് ചെയ്ത് എവിടെയാ? പർച്ചേസിലാണ്. അത് തെറ്റാണ്. ആ തെറ്റിന് പറയുന്ന പേരാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. എന്താണ് രൂപ? ഓക്കെ അല്ലേ? രൂപ എല്ലാം പഠിച്ച് തികഞ്ഞിരിക്കോടെ. അടുത്ത കോമ്പൻസേറ്റിംഗ് എറർ. നമുക്ക് രൂപയോട് ചോദിക്കാം. രൂപ എന്ന് പറയാം, വാട്ട് ഈസ് കോമ്പൻസേറ്റിംഗ് എറർ? കോമ്പൻസേറ്റിംഗ് എറർ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. മോളിൽ എഴുതിച്ചിട്ടുണ്ടോ? അവിടെ അല്ല, ഞാൻ നോക്കിയിട്ടില്ല. എന്തിനാ? അതെ, മറ്റേ ഒമിഷന്റെ ഒന്ന് പറയാൻ പറ്റുമോ എക്സാമ്പിൾ? അതാ വിട്ടു പോവാ. അതാണ് ഓമിഷൻ. അതായത് ഒമിറ്റ് ചെയ്യാ, വിട്ട് കളയാ. അതില്ലേ മൊത്തമായിട്ട് വിട്ട് കളഞ്ഞ കംപ്ലീറ്റ് ഒമിഷൻ. കുറച്ച് വിട്ടാലോ? പാർഷ്യൽ ഒമിഷൻ. എത്തിയടാ? സെറ്റ്. കോമ്പൻസേറ്റിംഗ് എറർ ആർക്കെങ്കിലും പറയാമോ? കോമ്പൻസേറ്റിംഗ് എറർ ഈ വട്ടം എക്സാമിന് ചോദിച്ചതാണ്. മോഡൽ എക്സാമിന് കോമ്പൻസേറ്റിംഗ് എറർ എന്താണെന്ന് ആര് പറയും? കോമ്പൻസേറ്റിംഗ് എറർ അറിയാവുന്ന റീസൺ ഇത്. കോമ്പൻസേറ്റിംഗ് എറർ ആർക്കറിഞ്ഞൂടെ? കോമ്പൻസേറ്റിംഗ് എറർ യെസ് വന്നല്ലോ. ആഹാ, +2 അഫ്ന തന്നെ വേണ്ടി വന്നു. ഈ +1 പഠിപ്പിക്കട്ടോ. അഫ്ന ഒന്ന് പറഞ്ഞു കൊടുക്കടാ. റേഞ്ചില്ലാത്ത അഫ്ന ആയിരുന്നല്ലേ? അഫ്ന മോളെ, അഫ്ന വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത മോനെ. വീഡിയോ ഓഫ് ചെയ്തടാ. അറിയില്ലെന്ന് പറയാൻ വന്നാണോ? കഴിഞ്ഞ വർഷം അല്ലല്ലോ. അത് എറർ ഓഫ് കമ്മീഷൻ അല്ലേ? റോങ് ആയിട്ട് പോസ്റ്റ് ചെയ്യാ. ഓക്കേടാ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അതന്നെ സാധനം. അതായത് 1 or more എറേഴ്സ് എന്താവാ? പരസ്പരം ക്യാൻസൽ ആവുക അല്ലെ സാറേ? അതായത് 1 or 2 എറർ, ഒന്നെന്ന് പറയില്ല, 2 or അതിലധികമോ എററുകൾ മൂലം ആ എറർ ക്യാൻസൽ ആയി പോകുന്നതിനെയാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയാം. ഒരു 1000 റുപ്പീസ് സെയിൽസിൽ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് കാണിച്ചു. പർച്ചേസിൽ 1000 റുപ്പീസ് കുറച്ച് കാണിച്ചു. പക്ഷെ ട്രയൽ ബാലൻസ് എന്തായി? എറർ കിടക്കുന്നില്ലേ? ആ എററാണ് എന്ത്? കോമ്പൻസേറ്റിംഗ്. മക്കളെ ക്ലിയർ ആയോ? 1 or 2 or more എറേഴ്സ് പരസ്പരം കോമ്പൻസേറ്റ് ചെയ്ത് ക്യാൻസൽ ആയി പോകുന്നതിനെയാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുക. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും ഡെബിറ്റ് സൈഡ് വരുന്ന അതേ മിസ്റ്റേക്ക് ക്രെഡിറ്റ് സൈഡിലും വരും. സെയിം മിസ്റ്റേക്ക് ബോത്ത് സൈഡ് ചെയ്താൽ മതി അല്ലേ? അത് പരസ്പരം ക്യാൻസൽ ആയി പോകുന്നതിനെയാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുക. ഇതില് ട്രയൽ ബാലൻസിന്റെ എഗ്രിമെന്റിനെ എഫക്ട് ചെയ്യുന്ന എറർ ഏതാ? എഫക്ട് ചെയ്യാത്ത എററുണ്ട്. എഫക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അതാണ് ഒരെണ്ണുള്ളത്. ഏതാ? ആർക്കെങ്കിലും പറയാമോ? ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യുന്ന എറർ ഏതാ? ട്രയൽ ബാലൻസ് ടാലി ആവാതിരിക്കുന്ന എറർ. ആനൽസ പറയുന്നോനെ, ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യുന്ന എറർ ഏതാടാ? ഗുഡ് ഈവനിങ് ഡാ. എന്താ മര്യാദ കുട്ടി. എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. മിടുക്കി. യെസ് മക്കളെ, എറർ ഓഫ് പാർഷ്യൽ ആണ്. എറർ ഓഫ് കമ്മീഷനും എറർ ഓഫ് പ്രിൻസിപ്പിളും കോമ്പൻസേറ്റിംഗ് എറർ ഒക്കെ എന്താവും? എഫക്ട്
SAE ഇല്ല, നമുക്കറിയാലോ. കാരണം എന്താ, അത് ഓട്ടോമാറ്റിക്കലി ടാലി ആയി പോകും. പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യും കേട്ടോ. അത് പഠിച്ചു വെക്കുക. ട്രയൽ ബാലൻസ് എഗ്രിമെന്റ് എഫക്ട് ചെയ്യുന്ന എറർ ഏതാണ്? എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ ആണ്. ബാക്കിയൊന്നും എഫക്ട് ചെയ്യില്ല. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച എല്ലാവരും പറഞ്ഞല്ലോ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ, റെക്ടിഫിക്കേഷനിലോട്ട് പോട്ടെ. പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, വരൂല്ലേ? സാർ ചായ കുടിക്കാൻ പോവാ. സാറ് ക്ഷീണം. ഓക്കെ, അപ്പൊ നമുക്ക് റെക്ടിഫിക്കേഷന്റെ പ്രോബ്ലം ചെയ്താലോ? എല്ലാവരും റെഡി ആണോ? എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കൈവശം കാണിച്ച് നോക്കട്ടെ. റെഡി ആണോ നോക്കട്ടെ ശ്രീരാജ്? ഓക്കെ അല്ലേടാ ശ്രീരാജ്? യെസ്. The following errors are found in the books of Rinsey. Help her to rectify the errors. അല്ലെ, അത് റിൻസിയുടെ ബുക്കിൽ താഴെ പറയുന്ന എററുകളൊക്കെ നമ്മൾ കണ്ടെത്തി എങ്കിൽ റിൻസിനെ ഒന്ന് സഹായിക്കാമോ, തെറ്റ് തിരുത്താൻ സഹായിക്കാമോ? The first one, wages paid for the installation of machinery were debited to the wages account worth ₹5,000. മക്കളെ ആർക്ക് പറയാൻ പറ്റും? അനിഷ്ക ഒന്ന് പറഞ്ഞേ. സാറേ, 4th റോയിൽ 3rd one. മക്കളെ, ഒരു മെഷീനറിയോ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഏതൊരു അസറ്റും നമ്മൾ വാങ്ങുമ്പോൾ, പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്മേലുണ്ടാകുന്ന എല്ലാ എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്യണം അനുഷ്ക? നമ്മളിപ്പോ മെഷീനറി വാങ്ങി, നമ്മൾ എറണാകുളത്ത് പോയിട്ട് ഒരു മെഷീനറി വാങ്ങി അല്ലെ, അത് വാങ്ങി അവിടെ ഇട്ടാ പറ്റില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ കൊണ്ടുവരാൻ നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് വരാം അല്ലെ. ഇവിടെ കൊണ്ടുവന്ന് വെറുതെ ഇടാൻ പറ്റില്ല, ഇൻസ്റ്റാൾ ചെയ്യണ്ടേ, സ്ഥാപിക്കണ്ടേ. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്കൊരു എക്സ്പെൻസ് വരും അല്ലെ. ഈ എക്സ്പെൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെലവുകളൊക്കെ എന്താ ചെയ്യണ്ടേ? എവിടെ കാണിക്കുക? സെപ്പറേറ്റ് ഓരോ എക്സ്പെൻസ് ആയിട്ട് കാണിക്കോ, അത് നമ്മൾ ആ മെഷീനറിയുടെ ചെലവായിട്ടാണോ കാണിക്കുക? മെഷീനറിയുടെ ചെലവായിട്ട് കാണിക്കാൻ പാടില്ല. ഒരു മെഷീനറി റെഡി ഫോർ യൂസ് അല്ലെ, ഉപയോഗിക്കാൻ പ്രാപ്തമാകുന്നത് വരെയുള്ള എല്ലാ ചെലവും കാണിക്കേണ്ടത് ആ അസറ്റിലാണ്. ഓക്കെ ആണെങ്കിൽ കൈശി കാണിച്ചേ. അപ്പൊ മെഷീനറി വാങ്ങാൻ എടുത്ത ചെലവ്, അത് കൊണ്ടുവരാൻ എടുത്ത ചെലവ്, സ്ഥാപിക്കാൻ എടുത്ത ചെലവ്, ഇതെല്ലാം കാണിക്കേണ്ടത് എവിടെയാ? മെഷീനറിയിലെ കാണിക്കണ്ടേ. അപ്പൊ ഇവിടെ നോക്കി, മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വന്നു? വേജസ്, വേതനം കൊടുക്കേണ്ടി വന്നു അല്ലെ. അത് എത്ര രൂപയാടാ അനുഷ്ക? എത്ര എമൗണ്ട് കൊടുത്തേ? 5,000. അപ്പൊ ആ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വന്ന 5,000 രൂപ എവിടെ കാണിക്കേണ്ടത് ശരിക്കും? ഏത് അക്കൗണ്ടിലാണ് കാണിക്കണ്ടേ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു അസെറ്റിൽ ഉണ്ടാകുന്ന എല്ലാ ചെലവും കാണിക്കേണ്ടത് എവിടെയാ? മെഷീനറി. ആ അസെറ്റിലാണ് കാണിക്കേണ്ടത് അല്ലെ. അപ്പൊ മെഷീനറിയിൽ കാണിക്കണേന് പകരം എവിടെ കൊണ്ട് കാണിച്ചു? വേർ ഡെബിറ്റഡ് ടു. അപ്പൊ തെറ്റല്ലേ ഇത്? അപ്പൊ ആരെ കാണിക്കണ്ടേ? ആരെ ഡെബിറ്റ് ചെയ്യണ്ടേ ശരിക്കും? ആരെ ഡെബിറ്റ് ചെയ്യണ്ടേ? മെഷീനറിനെ ഡെബിറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ തെറ്റായിട്ട് വേജസിനെ ഡെബിറ്റ് ചെയ്തിട്ടില്ലേ? ഡെബിറ്റഡ് ടു വേജസ്. തെറ്റല്ലടാ. വേജസിനെ ഡെബിറ്റ് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടോ? ഇല്ല. അപ്പൊ നീ ക്യാൻസൽ ചെയ്യാൻ വേജസിന് എന്ത് ചെയ്യണം? കളയണം. ആ കളയാനായിട്ട് വേജസിന് എന്ത് ചെയ്യണം? വേജസിനെ വെറുതെ ഡെബിറ്റ് ചെയ്തേക്കല്ലേ. അപ്പൊ ക്യാൻസൽ ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? അനുഷ്കയുടെ അക്കൗണ്ടിൽ നിന്നും ഞാനൊരു 5,000 രൂപ ഡെബിറ്റ് ചെയ്തു, അറിയാണ്ട് എടുത്തു. അത് തിരുത്താൻ ഞാൻ എന്ത് ചെയ്താൽ മതി? എടാ അനുഷ്കയുടെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ 5,000 രൂപ ഞാൻ എടുത്തു, ഡെബിറ്റ് ചെയ്തു, അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തു എടുക്കാം, അക്കൗണ്ടിൽ നിന്ന് എടുത്തു, അത് അറിയാണ്ട് എടുത്തല്ലേ. അപ്പൊ ശരിയാക്കാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ 5,000 രൂപ തിരിച്ചതിന്റെ അക്കൗണ്ടിൽ കിട്ടാൻ മതി. അതിനെന്താ പറയാ? തിരിച്ച് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതിന് എന്താ പറയാ? ക്രെഡിറ്റ് ചെയ്യുക. അതന്നെ സാധനം. അപ്പൊ വേജസിനെ നമ്മൾ വെറുതെ ഡെബിറ്റ് ചെയ്തിട്ടില്ലേ, അത് ക്യാൻസൽ ചെയ്യാൻ വേജസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതിൽ ആര് ഡെബിറ്റ് ചെയ്യണം? ആര് ശരിക്കും ഡെബിറ്റ് ചെയ്യണ്ടേ? അപ്പൊ എൻട്രി പറഞ്ഞ, റെക്ടിഫൈങ് എൻട്രി പറഞ്ഞേ. മെഷീനറി അക്കൗണ്ട് ടു വേജസ് അക്കൗണ്ട്. എത്ര എമൗണ്ട് ഇടാ? 5,000. കത്തിയോ അത്? മക്കളെ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ അത് കഴിച്ച് കാണിച്ച എല്ലാവരും ഇതൊരു എളുപ്പവഴി പറഞ്ഞുതരാട്ടോ മക്കളെ. ഈ ഡെബിറ്റഡ് എങ്ങാനും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെബിറ്റഡ് എന്നോ ക്രെഡിറ്റഡ് എന്നോ പറഞ്ഞാല് അത് തെറ്റാണല്ലോ. ഡെബിറ്റഡ് എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ സാറേ? അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ കറക്റ്റ് ആയി അല്ലേ? അപ്പൊ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഡെബിറ്റഡ് എന്ന് പറഞ്ഞാൽ ആ സാധനത്തിന് വേജസ് ഡെബിറ്റ് ചെയ്തില്ലേ, അപ്പൊ വേജസിനെ ക്രെഡിറ്റ് ചെയ്യാം. ഇനി ക്രെഡിറ്റഡ് എന്ന് പറയണെങ്കിലോ അതിനെ ഡെബിറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച എല്ലാവരും എളുപ്പവഴിയാണ് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ കറക്റ്റ് എൻട്രി റോങ് എൻട്രി ഒക്കെ എഴുതാൻ അറിയാവുന്നവർ എഴുതിയിട്ട് അത് നോക്കി എഴുതിക്കോട്ടെ, ആൻസർ കിട്ടും. അത് കറക്റ്റ് എൻട്രി റോങ് എൻട്രി ഒന്നും എഴുതാതെ ഈസി ആയിട്ട് റെക്ടിഫിക്കേഷൻ എൻട്രി ചെയ്താനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. കറക്റ്റ് എൻട്രിക്ക് റോങ് എൻട്രിക്ക് ഒന്നും മാർക്ക് കിട്ടത്തില്ല, ഇതിനാണ് മാർക്ക് കിട്ടുക. ഇതിലേക്ക് എത്താനാണ് നമ്മൾ ആ 2 എൻട്രി എഴുതുന്നത് കേട്ടോ.
എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച അഫ്ന ക്ലിയർ ആയോ? സാന്ദ്ര ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആരെ വിളിക്കാം സാറേ? ക്യാഷ് പെയ്ഡ് ടു ആരെ വിളിക്കാം? മിഥുൻ എന്ന് പറഞ്ഞടാ. ക്യാഷ് പെയ്ഡ് ടു ഗുഡ് ഈവനിങ് ഡാ, പറയടാ. ക്യാഷ് പെയ്ഡ് ടു ഗോമസ്. ഗോമസ് നമ്മളൊരു 8,000 റുപ്പീസ് കൊടുത്തിട്ടുണ്ട്. വാസ് ഡെബിറ്റഡ് ടു ഗൗതം. അപ്പൊ ഗൗതമിന് ഡെബിറ്റ് ചെയ്തു. അപ്പൊ ക്യാൻസൽ ചെയ്യാൻ ഗൗതമിന് എന്ത് ചെയ്താൽ മതി? അതിൽ ആരെ ഡെബിറ്റ് ചെയ്യണം? അപ്പൊ എന്താ എൻട്രി വരിക? ഗോമസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗൗതം അക്കൗണ്ട്. വെരി ഗുഡ്. എമൗണ്ട് 8,000. മക്കളെ സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച്. എളുപ്പവഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെബിറ്റഡ് ഗൗതം, ഗൗതമിനെ ഡെബിറ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം? ഗൗതമിനെ ക്രെഡിറ്റ് ചെയ്താൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. കിട്ടിയോടാ? അഫ്നാന് അഫ്രീൻ ക്ലിയർ ആയോടാ? അഫ്രീൻ യെസ്. അപ്പൊ ഗൗതമിനെ ഡെബിറ്റ് ചെയ്തു, തെറ്റല്ലേ? അപ്പൊ ഗൗതമിനെ ഡെബിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഗൗതമിനെ നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്തിട്ട് ശരിയായ ആളാരാ? ഗോമസ് ആണ്. സോ ഗോമസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗൗതം അക്കൗണ്ട്. എല്ലാവർക്കും സെറ്റ് ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കൈവശം കാണിച്ച് നോക്കട്ടെ. യെസ്. നെക്സ്റ്റ് എൻട്രിയിലോട്ട് നമുക്ക് പോകാം. നെക്സ്റ്റ് എൻട്രി ആരെ വിളിക്കാം സാറേ? നൈന. പറടാ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്യാഷ് സെയിൽസ് വായിച്ചോ. എൻട്രി ചെയ്തിട്ടില്ല. എൻട്രി ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാ? ജസ്റ്റ് എൻട്രി ചെയ്യാം മക്കളെ. ചിലപ്പോൾ എക്സാമിന് വേറെ നോട്ട് റെക്കോർഡ് എന്ന് പറയും കേട്ടോ. നോട്ട് എന്റെ അടുത്താണ് അവിടെ കൊടുത്തേക്കണേ. അതിന് വരെ വേറെ നോട്ട് റെക്കോർഡ് എന്ന് പറയാം. അപ്പൊ ക്യാഷ് സെയിൽസ് ടു ജിജോ ഫോർ ₹3,000. ജിജോയിന് നമ്മൾ 3,000 രൂപയുടെ സാധനം ക്യാഷിന് വിറ്റിട്ടുണ്ടായിരുന്നു. അത് ക്യാഷ് സെയിൽസ് ആണ്, ക്രെഡിറ്റ് സെയിൽസ് അല്ല കേട്ടോ. അപ്പൊ അത് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തിട്ടില്ല. അപ്പൊ ജസ്റ്റ് എൻ്റർ ചെയ്തേടാ. എന്താ എൻ്റർ ചെയ്തിരാ? ക്യാഷ് സെയിൽസിന് എൻ്റർ എന്താ? പോയാ നൈന? യെസ്, വെരി ഗുഡ്. ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് അല്ലേ പറഞ്ഞേ? ജിജോ എന്തിനാണ് വരുന്നത്? ജിജോ ക്രെഡിറ്റ് അല്ലല്ലോ, ക്യാഷ് സെയിൽ അല്ലേ. സോ ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. മനസ്സിലായോ? എത്ര എമൗണ്ട്? 3,000. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കൈവശം കാണിച്ച എല്ലാവരും. ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് ക്ലിയർ ആണോ? ഒന്ന് എനർജറ്റിക് ആയിട്ട്. യെസ്. ഓക്കെ. നെക്സ്റ്റ് ഓവർകാസ്റ്റ് അണ്ടർകാസ്റ്റ് ആണ്. അപ്പൊ ഈ 3 എൻട്രീസിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 3 എൻട്രീസ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? രൂപ അത് വെറുതെ രൂപ എന്താണ് രൂപ? അതിനൊക്കെ എന്താ പ്രശ്നം? ഇത് 3 ക്ലിയർ അല്ലേ രൂപ? പിന്നെന്താണ് റീസൺ ചോദിച്ചോണ്ടിരിക്കണേ? എന്ത് പറയാൻ? ചോദിക്കുന്നു പറയില്ലല്ലേ? ആവശ്യമില്ലാത്തൊക്കെ പറയും. ഓക്കെ ഓക്കെ രൂപ. യെസ് മക്കളെ, ഈ 3 എൻട്രീസ് എല്ലാവർക്കും ഓക്കെ അല്ലേ? എന്ന് കഴിച്ചിക്കേ. യെസ്. അപ്പൊ അടുത്ത എൻട്രി ഓവർകാസ്റ്റ് അണ്ടർകാസ്റ്റ് ആണ് മക്കളെ. അതിന് ഞാൻ എളുപ്പവഴിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അറിയാമോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ ഓവർകാസ്റ്റ് അണ്ടർകാസ്റ്റ്? യെസ്. അത് നമുക്ക് അതായത് ആദ്യം പറയാൻ വന്നാണോ? യെസ് മക്കളെ, ആദ്യം നമ്മള് പർച്ചേസും സെയിലും, പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും ഏത് ബാലൻസ് ആണ് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. ഏത് ബാലൻസ് ആണെന്ന് ഓർമ്മ വേണം. അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? എൻട്രി നമ്മൾ എഴുതാനായിട്ട്. മനസ്സിലായോ? യെസ്. അപ്പൊ ആദ്യം പർച്ചേസ് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? അത് ആദ്യം അറിഞ്ഞു വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും മാർജിനിൽ അങ്ങനെ എഴുതി വെക്കുക കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. സാറേ ഒരാളെന്ന് വിളിക്കൂ. സൂര്യ എന്ന് പറഞ്ഞടാ. പർച്ചേസ് എന്ത് ബാലൻസ് ആടാ സൂര്യ? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? പർച്ചേസ് ഡെബിറ്റ് ആണ്. സെയിൽസോ? സെയിൽസ്. പർച്ചേസ് റിട്ടേണോ? യെസ്, ഒന്ന് എഴുതിക്കോട്ടെ. യെസ്, പർച്ചേസ് എന്ത് ബാലൻസാ? ഡെബിറ്റ്. സെയിൽസ് ക്രെഡിറ്റ്. പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ്. സെയിൽസ് റിട്ടേൺ ഡെബിറ്റ്. പർച്ചേസ് റിട്ടേൺ വേറൊരു പേര് അറിയാലോ? റിട്ടേൺ ഔട്ട്വേർഡ്. യെസ് യെസ്, റിട്ടേൺ ഔട്ട്വേർഡ്. മറ്റേത് റിട്ടേൺ ഇൻവേർഡ്. ചിലപ്പോൾ അങ്ങനെയും വരാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. യെസ്, ഒന്ന് ഓർത്ത് വെക്കണേ മക്കളെ. അണ്ടർകാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ബാലൻസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അണ്ടർകാസ്റ്റ് ആണെങ്കിൽ അതിന്റെ സെയിം ബാലൻസ് കൊടുക്കുക. അണ്ടർകാസ്റ്റ് മക്കളെ, അണ്ടർകാസ്റ്റ് എന്നോ ഓവർകാസ്റ്റ് എന്നോ ക്വസ്റ്റ്യനിൽ വന്നാൽ ഉറപ്പായിട്ടും അവിടെ സസ്പെൻസ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും ടാലി ആക്കാൻ അല്ലെങ്കിൽ അക്കൗണ്ട് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാന്ന് ചോദിക്കുക. ഏതാ ആൻസർ? ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാ? ഇത് ഓപ്ഷനിൽ ഉണ്ടാവും. ആർട്ടിഫിഷ്യൽ അക്കൗണ്ട്, സസ്പെൻസ് അക്കൗണ്ട് കുറെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഉത്തരം എന്ത് ചെയ്താ?
സാറേ ആർട്ടിഫിഷ്യൽ അക്കൗണ്ട് ഒക്കെ പലരും എഴുതിയിട്ടില്ലേ? യെസ്. അപ്പൊ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാ സാർ? ഒരാൾ വിളിച്ചേ. അക്കൗണ്ട് ടാലി ആക്കാൻ ഡെബിറ്റും ക്രെഡിറ്റ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ അക്കൗണ്ട് ഏതാ ബിയ? ഏതാണ് ആർട്ടിഫിഷ്യൽ അക്കൗണ്ട് ഏതാ? സസ്പെൻസ് അക്കൗണ്ട് ആണ് കേട്ടോ മക്കളെ. നോട്ട് ആർട്ടിഫിഷ്യൽ അക്കൗണ്ട്, സസ്പെൻസ് അക്കൗണ്ട് ആണ്, ഓർത്തു വെക്കുക. അപ്പൊ അണ്ടർകാസ്റ്റ് എന്നോ ഓവർകാസ്റ്റ് എന്നോ ക്വസ്റ്റ്യനിൽ വന്നാൽ ഉറപ്പായിട്ടും അതിന് ഡെബിറ്റിലോ ക്രെഡിറ്റിലോ സസ്പെൻസ് എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്. അപ്പൊ പർച്ചേസ് ഡെബിറ്റ് ആണ്, സെയിൽസ് ക്രെഡിറ്റ് ആണ്, പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ആണ്, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആണ്. അപ്പൊ അണ്ടർകാസ്റ്റ് വന്നാൽ നിങ്ങൾ ഈ ബാലൻസ് ആണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ പർച്ചേസ് ബുക്ക് ഹാസ് ബീൻ ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞേക്കണേ അല്ലെ, ഓവർ ആയിട്ട് കാണിച്ചു. അപ്പൊ അണ്ടർ വരുമ്പോ നമ്മൾ പർച്ചേസിന് എന്താ ചെയ്യാ? ഡെബിറ്റ് അല്ലേ ചെയ്യാ? ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. അണ്ടർകാസ്റ്റ് വരുമ്പോ പർച്ചേസിലാണെങ്കിൽ ഡെബിറ്റ് ചെയ്യും. ഇവിടെ പർച്ചേസ് ബുക്ക് എന്നല്ലേ പറഞ്ഞേക്കണേ, അപ്പൊ പർച്ചേസിൽ ഡെബിറ്റ് അല്ലേ ചെയ്യണ്ടേ? അണ്ടർകാസ്റ്റ് ആണെങ്കിൽ അപ്പൊ ഓവർ ആയിട്ട് കാണിക്കുമ്പോൾ നേരെ തരതിരിച്ചിടുക. അപ്പൊ എന്ത് വരും സാർ? ഒരാൾ വിളിച്ചേ. അപ്പൊ പർച്ചേസ് എന്താ കൂടാ? പർച്ചേസ് നോർമലി അണ്ടർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ആണ്. അപ്പൊ ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞാടാ പക്ഷേ ഓവർ ആയിട്ട് കാണിച്ചു. അപ്പൊ പർച്ചേസിന് എന്ത് ചെയ്യണം? പർച്ചേസിന് എന്ത് ചെയ്യണം? പറയ്. ഇത് ഓവർ ആയിട്ട് കാണിച്ചു, പർച്ചേസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ ഡെബിറ്റിലൊന്നും ഇല്ലല്ലോ. അപ്പൊ ഡെബിറ്റിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ടേ? എന്താ എഴുതണ്ടേ? ഒന്നുമില്ലെങ്കിൽ നമ്മൾ ടാലി ആക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ചെയ്താ. അപ്പൊ എൻട്രി പറഞ്ഞേ സസ്പെൻസ് അക്കൗണ്ട്, സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് വരും? പർച്ചേസ്. പർച്ചേസ് ക്രെഡിറ്റ് ഒന്ന് മനസ്സിലായില്ലടാ? എത്ര എമൗണ്ട്? 500. മക്കളെ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ച എല്ലാവരും. യെസ്. ഈ അണ്ടർകാസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ മക്കളെ. അണ്ടർകാസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് നോർമലി ഉള്ള ബാലൻസ് പർച്ചേസ് എപ്പോഴും ഡെബിറ്റ് ആണ്, സെയിൽസ് ക്രെഡിറ്റ് ആണ്, പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ആണ്, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആണ്. അപ്പൊ അണ്ടർകാസ്റ്റ് വന്നാൽ നിങ്ങൾ ഈ സെയിം ബാലൻസ് ആണ് എഴുതേണ്ടത്. ഓവർ ആയിട്ട് കാണിച്ചാൽ തലതിരിച്ചിടണം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്നുകൂടെ എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ചേ. യെസ് എങ്കിൽ സാർ താഴത്തെ റോയില് തേർഡ് വൺ ശ്രേയ പറയും. ശ്രേയ ലാസ്റ്റ് ഇത് വായിച്ചേടാ, വായിച്ചോ. ഓവർകാസ്റ്റ് ആണ് അല്ലെ? സെയിൽസ് റിട്ടേൺ ബുക്ക് ഓവർ ആയിട്ട് കാണിച്ചു. സെയിൽസ് റിട്ടേൺ ബുക്ക് നോർമലി എന്ത് ബാലൻസാ? ഡെബിറ്റ് ആണ്. അപ്പൊ ഓവർ ആയിട്ട് കാണിക്കുമ്പോഴോ ക്രെഡിറ്റ് ആവും. അപ്പൊ എന്താ എൻട്രി വരിക? വെരി ഗുഡ്, വെരി ഗുഡ്. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. ഓക്കെ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് എല്ലാവരും കൈവീശി കാണിച്ച മക്കളെ. സെറ്റായ എല്ലാവർക്കും മനസ്സിലായ? സെയിൽസ് റിട്ടേൺ ബുക്കിൽ നമ്മള് ഓവർ ആയിട്ട് കാണിച്ചു. സെയിൽസ് റിട്ടേൺ ബുക്ക് ഡെബിറ്റ് അല്ലേ? അപ്പൊ ഓവർ ആയിട്ട് കാണിക്കുമ്പോൾ എന്താവും? ക്രെഡിറ്റോ. സാറേ സാന്ദ്ര, മറ്റേ സാന്ദ്രനെ വിളിക്കൂ. സാന്ദ്ര, അന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ നോക്കിട്ടെ സാന്ദ്ര. സെയിൽസ് ബുക്ക് ശ്രദ്ധിച്ചോട്ടോ. സെയിൽസ് ബുക്ക് അണ്ടർകാസ്റ്റ് ബൈ ₹300 ഏത് വെച്ചാൽ വേണമെങ്കിൽ. സെയിൽസ് ബുക്ക് അണ്ടർകാസ്റ്റ് ബൈ ₹300. സെയിൽസ് ബുക്ക് അണ്ടർകാസ്റ്റ് ബൈ ₹300. അണ്ടർകാസ്റ്റ് ആണ് കേട്ടോ, ഓർക്കണം. ഇവിടെ നോക്കിക്കോ വേണമെങ്കിൽ. സെയിൽസ് എന്ത് ബാലൻസാ? അണ്ടർകാസ്റ്റ് വരുമ്പോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ? എടാ ഇതൊന്നും എഴുതിയെടുക്കുന്നില്ല. അണ്ടർകാസ്റ്റ് വരുമ്പോ കണ്ടോ ഈ ബാലൻസ് ആണ് എഴുതേണ്ടത്. പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുക, സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുക, പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ചെയ്യുക, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ചെയ്യുക. ഇത് എന്ത് വരുമ്പോഴാ? അപ്പൊ ഓവർകാസ്റ്റ് വരും നേരെ തിരിച്ച്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? സെയിൽസ് ബുക്കിൽ ₹300 അണ്ടർകാസ്റ്റ് ചെയ്തു. ഇതാണ് കുറച്ച് മണ്ടത്തരങ്ങൾ കുറച്ചുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യും, ആലോചിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇത് കബഡി വരച്ചോണ്ടിരിക്കല്ലോ അവിടെ. തിരിക്കാൻ മനസ്സിലായില്ല സാധന? ഇത് എഴുതിയെടുക്ക്, ഇത് എഴുതിയേക്ക്, ബോക്സിൽ എഴുതിയേക്ക്. അണ്ടർകാസ്റ്റ് വന്നാൽ ഈ സാധനം എഴുതിയെടുക്ക്, എഴുതിയെടുക്ക്. എഴുതിയാ ഇതൊക്കെ എഴുതി വെച്ചേക്ക സാറേ. ഓക്കേടാ, ഓക്കെ. ക്ലിയർ ആയില്ലേ ഇപ്പൊ? ഓക്കേടാ, ഓക്കെ. മിടിക്ക്. യെസ് മക്കളെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇന്ന് കൈവീശി കാണിച്ചേ. യെസ്. റേഞ്ചിൽ എത്ര വിളിക്കണ്ട സാറേ പ്ലീസ്. മഹേശ്വറേ. മക്കളെല്ലാവർക്കും സസ്പെൻസിന്റെ കേസ് മനസ്സിലായല്ലോ? സിമ്പിൾ ആണ്. ടഫ്ന അഫ്രീനെ ക്ലിയർ ആയോടാ? സുഖാണെന്ന് ചോദിക്കാൻ വന്നാണോ നീ?
കേൾക്കാനായിട്ട് സുഖമാണെന്നല്ലേ ശരി ശരിയടാ, എന്താണ് പറഞ്ഞ മോനെ? സാറേ 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 അതെ സാറേ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, ആ അത് നോക്കി പറയാം. ഏത് സാന്ദ്രയോട് ചോദിച്ചാണോ? ആന്തേ ആ അതെ സെയിൽസ് ബുക്ക് മോനെ നോട്ട് ചെയ്തോ? സെയിൽസ് ബുക്ക് അണ്ടർകാസ്റ്റ് ബൈ ₹300. ഒന്നുകൂടി പറയാം. സെയിൽസ് ബുക്ക് കണ്ട, ഞാൻ പറഞ്ഞ റേഞ്ചിൽ നിന്ന്. സെയിൽസ് ബുക്ക് അണ്ടർകാസ്റ്റ് ബൈ ₹300. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ എൻട്രി എൻട്രി കണ്ടു പോ. സെയിൽസ് ബുക്ക് അണ്ടർകാസ്റ്റ് ബൈ 300 പറഞ്ഞേ. മറ്റേ അണ്ടർകാസ്റ്റ് ഒരു ആ മറ്റേ സപ്ലൈസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ്. ആ ഓക്കേടാ, കറക്റ്റ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ്. മക്കളെ എല്ലാവർക്കും ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ എനർജറ്റിക് ആയിട്ട് കൈ കാണിച്ചേ. ശ്രീരാജ മോനെ കത്തിയിലടാ. സമയം ഞാൻ മാക്കിയാണ്. നെക്സ്റ്റ് നവീതൊക്കെ എഴുതുന്നുണ്ടോ? നവീത അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ടോ? ആഹാ ഓക്കെ ഓക്കെ ശരി ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം സാറേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Trial balance is a statement, sorry, prepared to check the arithmetical accuracy of business. Name any two types of errors which cannot be disclosed through the statement. ആര് പറയും? അരുൺ സാർ പറയും. അരുണേ മക്കളെ, ഈ ക്വസ്റ്റിന്റെ മീനിങ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഏതോ ഒരു വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ സാറേ ഇത്? ഏതോ ഒരു വർഷം സാർ എവിടെന്നോ കണ്ടെത്തിയ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ ഓക്കെ. അപ്പൊ എവിടെന്നോ സാറ് കണ്ടെത്തിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ട്രയൽ സാർ ഇതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു കൊടുത്തോ. ട്രയൽ ബാലൻസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബിസിനസ് അല്ലേ? ഇപ്പൊ ബിസിനസ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ പറയുമ്പോൾ അതിന്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി കണക്കാക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ട്രയൽ ബാലൻസ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ആൻസർ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നോക്കുമ്പോൾ ഫസ്റ്റ് നോക്കിയേ. നെയിം എനി ടു ടൈപ്പ് ഓഫ് എറേഴ്സ് വിച്ച് കനോട്ട് ബി ഡിസ്ക്ലോസ്ഡ് ത്രൂ ദീസ് സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിൽ ഡിസ്ക്ലോസ് ചെയ്യാത്ത എറേഴ്സ് ഏതൊക്കെയാണ്? അഫക്ട് ചെയ്യാത്തത് കേട്ടോ. ഡിസ്ക്ലോസ് മീൻസ് അവിടെ അത് ചെയ്താൽ അറിയാൻ പറ്റില്ല. ഇത് ചെയ്താലും നമുക്ക് അറിയാതെ പോകുന്ന ഏതൊക്കെ എറേഴ്സ് ഉണ്ടെന്ന്. അഫക്ട് ചെയ്യാത്ത രൂപ പറയുന്നത് അമർനാഥ് ഉണ്ട് സാർ. അമർനാഥ് കളിയാക്കുന്നത് സാർ. അമർനാഥ് ഉണ്ടോ? ആ അപ്പൊ ഇന്ന് ഞാൻ ക്ലാസ്സിൽ തന്നെ കൊടുത്താണ്. അത് മതിയായിട്ട് തോന്നാണ്. ആ പറഞ്ഞ രൂപ വിളിച്ചത് സാറേ പറഞ്ഞ രൂപ. Compensating error of commission. ഓ വെരി ഗുഡ് വെരി ഗുഡ്. കൊള്ളാലോ. കോമ്പൻസേറ്റിംഗ് എററും എറർ ഓഫ് കമ്മീഷൻ പറയാം. കറക്റ്റ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ്. ഇനി 2 മതി. ആ അതായത് ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യാത്ത എററാണ് ചോദിച്ചേക്കണേ. ഇപ്പൊ കറക്റ്റ് ആണ്. അഫക്ട് ചെയ്യുന്ന എറർ ഏതാ? പാർഷ്യൽ ഒമിഷൻ. ഓർമ്മയുണ്ടല്ലോ, മാറിപ്പോവരുത് കേട്ടോ. ക്ലിയർ ആയോ അമർനാഥേ? ഇതെന്തായാലും ഇത് പനിയുണ്ടോ നിനക്ക്? പനി നോക്കിയാണോ? മനസ്സിലായോ? റെക്ടിഫിക്കേഷൻ ഒക്കെ മനസ്സിലായോ അമർനാഥേ? എത്ര എറേഴ്സ് ഉണ്ട്? അക്കൗണ്ടിങ് എറേഴ്സ് ഏതൊക്കെയാ? അക്കൗണ്ടിങ് എറേഴ്സ് എത്ര വിധം ഉണ്ട് അമർനാഥേ? എത്ര എണ്ണം ഉണ്ട്? നല്ല അറിയാം, മിടുക്കനാണ് അവൻ. പൊക്കോളാൻ ഓക്കെ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സ്. റെക്ടിഫിക്കേഷൻ പറയാലോ സാറേ? ഓക്കെ ഓക്കെ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ആ ക്വസ്റ്റ്യൻ വായിച്ചു സാർ. ഓഫീസ് ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ₹5,000 വാസ് പോസ്റ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ഇത് ഏത് ടൈപ്പ് ഓഫ് എററാ? നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു എഴുതുന്നത് ഏതാണ്? ആർക്കും പറയാൻ പറ്റുമോ ഏതാണ്? ഞാൻ നേരത്തെ എക്സാം പറഞ്ഞാണ്. ഫർണിച്ചർ വാങ്ങിയത് പർച്ചേസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യും. ഏത് ടൈപ്പ് ഓഫ് എററാ മക്കളെ? അറിയാവുന്ന ഒരു 50 പേര് റീസെന്റ് ചെയ്തേ. ഒരു 50 പേര് റീസെന്റ് ചെയ്തേ. ഏത് ടൈപ്പ് ഓഫ് എററാ? അറിയാവുന്ന ഒരു 50 പേരെങ്കിലും റീസെന്റ്. ആ അറിയാം സാറേ, കുറെ പേർക്കൊക്കെ അറിയാം. റീസെന്റ് നോക്കട്ടെ എത്ര പേർക്ക് അറിയാൻ നോക്കട്ടെ. അനുഷ്ക റീസെന്റ്. ഡഫ്നിക്കൊന്നും അറിയില്ലേ? ഓക്കെ ഓക്കെ ശരി ശരി. എന്നാ ഏത് ടൈപ്പ് ഓഫ് എററാ? എന്ത്? അയ്യോ എടാ ഫർണിച്ചർ വാങ്ങിയത്, ഫർണിച്ചർ അസറ്റ്, ഫിക്സഡ് അസറ്റ് വാങ്ങിയത് പർച്ചേസിൽ കൊണ്ടെഴുതി. മൂന്നാമത്തെ പറയാം. അടുത്ത ആൾ വിളിച്ചാർ. അദ്വൈത ഗോപി എന്ന് പറയടാ. ഏതാണ് ആൻസർ? ആ ഗുഡ് ഈവനിങ്. പറയും മോനെ.
എടാ 50 പേര് ഇഷ്ടമുള്ള 50 റീസെന്റ് ചെയ്യണല്ലോ ഞാൻ പറഞ്ഞേ. ആൻസർ അറിയാവുന്ന 50 പേര് റീസെന്റ് ചെയ്യാന്ന് പറഞ്ഞേ. ഏതുത്തരം? അമ്മയെ പറയും. അമ്മയെ എന്തായാലും പറയും. അമ്മയ വിഷ്ണുപ്രിയ. പറയും. ഐശ്വര്യ. പറയും. കേട്ടില്ലടാ? കേക്കാം. എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ ഐഷ് കാണിച്ച മക്കൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ യെസ് മക്കൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഫർണിച്ചർ വാങ്ങുന്നതോ മെഷീനറി വാങ്ങുന്നതോ എവിടെ കൊണ്ട് എഴുതിയാൽ അത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? മാറിപ്പോവരുത് കേട്ടോ മക്കളെ. ദയവ് ചെയ്ത് നിങ്ങൾ പഠിക്കട്ടെ. എവിടെയെങ്കിലും എഴുതി വെച്ച് പഠിക്കട്ടോ. കേട്ടല്ലോ? നന്നായിട്ട് പഠിക്കും മക്കളെ. നന്നായി പഠിച്ച ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. രൂപ കൂട്ടുപോയിട്ട് കാര്യമില്ല. അടുത്ത ഓഫീസ് ഫർണിച്ചർ എന്ത് ചെയ്തു? 5000 രൂപ എവിടെ പോസ്റ്റ് ചെയ്താൽ പർച്ചേസർ അല്ലേ? അപ്പൊ എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഒരാളെ വിളിച്ചേ റെക്ടിഫിക്കേഷൻ എൻട്രി പറയാനായിട്ട്. റെക്ടിഫിക്കേഷൻ എൻട്രി പറയോടാ. ഫർണിച്ചർ വാങ്ങിയത് പർച്ചേസി കാണിച്ചു, തെറ്റല്ലേ? അപ്പൊ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? പറഞ്ഞ മോനെ, അറിയോ? പറഞ്ഞോടാ. ശരിക്കും എന്തിനാ കാണിക്കുന്നത്? ഫർണിച്ചറിനെയാണ് കാണിക്കുന്നത്. വെരി ഗുഡ്. ഫർണിച്ചർ അക്കൗണ്ട് സെയിൽസ് ആണ് അവിടെ പോസ്റ്റ് ചെയ്തേക്കണേ. പർച്ചേസ്. ഓക്കേടാ, വെരി ഗുഡ് വെരി ഗുഡ്. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്നാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എൻട്രി ചെയ്തേണ്ടത്. എമൗണ്ട് 5000. മക്കളെ എല്ലാവർക്കും സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഫർണിച്ചർ വാങ്ങുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ എന്നല്ലേ എഴുതേണ്ടത്? ഡെറ്റർ എന്നല്ലേ എഴുതണ്ടേ? അതിന് വരെ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു. അപ്പൊ ക്യാൻസൽ ചെയ്യാൻ പർച്ചേസിന് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്തിട്ട് ശരിയായ ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കൈവീശി കാണിച്ചേ. സാന്ദ്ര, ഡൗട്ട് ആണ് സാന്ദ്ര? സാന്ദ്രയ്ക്ക് ഡൗട്ട് ഉണ്ട് സാറെ വിളിച്ചു. സാന്ദ്ര പറഞ്ഞോടാ. ഏടെ ആൻസർ ആണോടാ? എറർ ഓഫ് കമ്മീഷനും കോമ്പൻസേറ്റിംഗ് എററും. അതായത് എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ എഴുതാൻ പാടില്ല. ബാക്കി ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. എഫക്ട് ചെയ്യാത്ത. ഓക്കെ ശരി ശരി. ഇതാരോട് സംസാരിക്കണേ? അടുത്ത ആരാ? ആദിദേവ് ഉത്തരം പറയാമെന്നാണോ? അടുത്ത പറഞ്ഞ എന്തേലും വന്നല്ലേ? മക്കളെ 2000 രൂപ കാണിക്കേണ്ട സ്ഥാനത്ത് 200 രൂപ കുറവ് എമൗണ്ട് ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ശരിക്കുള്ള എൻട്രി ചെയ്തിട്ട് ഈ ഡിഫറൻസ് എമൗണ്ട് എഴുതിയാൽ മതി. ശരിയല്ലടാ? ഇനി കൂടുതലാ കാണിച്ചെങ്കിലോ? 2000-ന് വരെ 3000 ആണ് കാണിച്ചെങ്കിലോ എന്താ ചെയ്യണ്ടേ? എൻട്രി തലതിരിച്ചില്ല. വെരി ഗുഡ്. മിണ്ടുക്കനാണ്ട ഓർമ്മയുണ്ട് പഠിപ്പിച്ചതൊക്കെ. ഓക്കെ. മോഹൻ ഓർത്തല്ലേ മക്കളെ? അപ്പൊ 2000 രൂപ കാണിക്കേണ്ട സ്ഥാനത്ത് 3000 കൂടുതൽ എമൗണ്ട് ആണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ശരിക്കുള്ള എൻട്രി എന്ത് ചെയ്യുക? ജസ്റ്റ് തലതിരിച്ചിടുക. ഒരു ഡിഫറൻസ് എമൗണ്ട് ചെയ്താ. കത്തിയോ? ഒന്ന് കൈവീശി കാണിച്ചേ നെഹ. ഓക്കെ അല്ലടാ? യെസ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യണ്ടേ? ക്യാഷ് സെയിൽസ് അല്ലെ? എന്താ ക്യാഷ് സെയിൽസിന്റെ എൻട്രി എന്താ മോനെ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അല്ലെ? എത്ര എമൗണ്ട്? ഡിഫറൻസ് എമൗണ്ട് എത്ര വരിക? 1800 അല്ലേ വരിക? 2000-ൽ നിന്നും 200 രൂപ കുറച്ചിട്ട് 1800. മക്കളെ ക്ലിയർ ആണെങ്കിൽ കൈവീശി കാണിച്ചേ. യെസ്. ഇവിടെ 2000 ആണ് ക്യാഷ് സെയിൽസ്. വാസ് പോസ്റ്റഡ് ആസ് ₹3000 ആയിരുന്നു എങ്കിൽ എന്താ എൻട്രി വരിക? വേറെ ആളെ വിളിച്ചേ സാറേ. കൂടുതൽ എമൗണ്ട് കാണിച്ചെങ്കിലോ? ഇപ്പൊ കുറവ് വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു? ശരിക്കുള്ള എൻട്രി ചെയ്തില്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ആ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ എഴുതി. ഇനി കൂടുതലാ കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണ്ടടാ അഭിനവേ? 2000 രൂപ കാണിക്കണേന് പകരം 3000 റെക്കോർഡ് ചെയ്തു. അപ്പൊ എന്താ ചെയ്യണ്ടേ അഭിനവ്? അറിയോ? കൂടുതൽ എമൗണ്ട് റെക്കോർഡ് ചെയ്താൽ എന്താ ചെയ്യണ്ടേ? തലതിരിച്ചിടാം. അപ്പൊ എൻട്രി പറഞ്ഞ തലതിരിച്ച് പറഞ്ഞ എൻട്രി. യെസ്, വെരി ഗുഡ്. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എത്ര എമൗണ്ട് വരും? ഡിഫറൻസ് എമൗണ്ട് അല്ലെ? 1000 രൂപ. മക്കളെ സെറ്റ് ആയോ? ഈ രണ്ട് കോൺസെപ്റ്റും ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച എല്ലാവരും എനർജറ്റിക് ആയിട്ട് കൈവീശി കാണിച്ചേ. കുറവാണെങ്കിൽ ശരിക്കുള്ള എൻട്രി, കൂടുതലാണെങ്കിൽ എൻട്രി തലതിരിച്ചിടാം. കിട്ടിയ സാന്ദ്ര? ശ്രീമൽ ഉണ്ടോ നോക്കി സാർ? ശ്രീമൽ. അടുത്ത ലാസ്റ്റ് വൺ. ശ്രീമലെ ക്ലിയർ അല്ലടാ? ഓക്കെ. ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ് ₹1000 വാസ് നോട്ട് റെക്കോർഡഡ്. മക്കളെ ഈ ഒരു ട്രാൻസാക്ഷൻ എനിക്ക് തോന്നുന്നത് പണ്ട് ഒരു 2 വർഷം മുമ്പ് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിൽ ചോദിക്കുന്നില്ല.
ചിലപ്പോൾ കയറി വരാം. അതായത് ഓണർ ഉണ്ടല്ലോ, ഉടമസ്ഥൻ, അയാളുടെ പേഴ്സണൽ യൂസിന് പകരം, പേഴ്സണലിന് പകരം ചിലപ്പോൾ എന്ത് പറയാം, പ്രൈവറ്റ് യൂസിന് ചോദിക്കാം കേട്ടോ. പ്രൈവറ്റ് യൂസിന് ചോദിക്കാം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസിന് ചോദിക്കാം, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് യൂസിന് ചോദിക്കാം. ഇതൊക്കെ ചോദിച്ചാലും ഒരേ മീനിങ് തന്നെയാണ്. അപ്പൊ ഓണർ, ഉടമസ്ഥൻ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്നും 1000 രൂപയുടെ എന്ത് വിഡ്രോ ചെയ്തു, ഗുഡ്സ് വിഡ്രോ ചെയ്തു. ഓക്കെ അല്ലെ? ഗുഡ്സ് വിഡ്രോ ചെയ്താൽ എന്താ അതിന് എൻട്രി വരിക? അത് റെക്കോർഡ് ചെയ്തിട്ടില്ല, അപ്പൊ ജസ്റ്റ് റെക്കോർഡ് ചെയ്താൽ മതി. ആര് പറയും അതിന് എൻട്രി? ആര് പറയും സാറേ? നമുക്ക് ആരെ വിളിക്കാം? ആ കുട്ടിയെ വിളിച്ചോ. ആരാണ്? ശ്രീമല അറിയോടാ? അല്ല, ആ കുട്ടി സാറേ ഫസ്റ്റ് ലാസ്റ്റ്. ഗുഡ്സ് വിഡ്രോ ചെയ്തുള്ള എൻട്രി അറിയോടാ? അറിയില്ല തോന്നുന്നു അല്ലേ? അറിയില്ലല്ലോ ശ്രീമലെ? ഗുഡ്സ് വിഡ്രോ ചെയ്താൽ അറിയില്ല. അപ്പൊ ഫസ്റ്റ് ലാസ്റ്റ് വേർഡ് വിളിച്ചോറേ. എന്തോടെ ആക്ഷൻ കാണിക്കുന്നത്? വിളിച്ചോ, ആരെങ്കിലും വിളിച്ചു? ഷിഫാൻ എന്ന് പറഞ്ഞടാ. ഗുഡ്സ് വിഡ്രോ ചെയ്തുള്ള എൻട്രി എന്താ മോനെ? മോർണിംഗ് പഠിപ്പിച്ചത്? ആ കേൾക്കാൻ മോനെ, പറഞ്ഞു. എന്നിട്ട് രാവിലെ അരുൺ സാർ പഠിപ്പിച്ചല്ലേ? ഡ്രോയിങ്ങോ? ഭാഗ്യം. അരുൺ സാർ ഇവിടെ തുള്ളിച്ചാറുണ്ട്. ആദ്യമായിട്ടാണ് ഒരു കുട്ടി സാറ് പഠിപ്പിച്ചിട്ട് ആൻസർ പറയുന്നത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. മക്കളെ ഇവിടെയാണ് ടു പർച്ചേസ് കേട്ടോ. സാധാരണ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എന്നല്ലേ പറയാ. പക്ഷേ പർച്ചേസ് ക്രെഡിറ്റ് വരുന്നപ്പോഴാണ് അറിയോ, ഈ സിറ്റുവേഷനിലാണ് ഗുഡ്സ് വിഡ്രോ ചെയ്യുക. പേഴ്സണൽ യൂസിന് വേണ്ടി ഒരു ഓണർ ബിസിനസ്സിൽ നിന്നും ഗുഡ്സ് വിഡ്രോ ചെയ്താൽ അതിന് ജനറൽ എൻട്രി എന്താ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ചേ എല്ലാവരും. സാന്ദ്ര ക്ലിയർ ആയോ? എൻട്രി കാണാതെ പഠിച്ചോ കേട്ടോ. ഇനി ഗുഡ്സിന് പകരം ക്യാഷ് ആയിരുന്നെങ്കിലോ, ഗുഡ്സിന് പകരം ക്യാഷ് വിഡ്രോ ചെയ്തെങ്കിലോ, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അതും വരാട്ടോ. അപ്പൊ ക്യാഷ് വന്നാൽ ടു ക്യാഷ്, ഗുഡ്സ് വന്നാൽ ടു പർച്ചേസ്. മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും റെക്ടിഫിക്കേഷന്റെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. സെറ്റ് അല്ലേ? ഒന്ന് കൈവീശി കാണിച്ച എല്ലാവരും. യെസ്, ഓക്കെ. ഇനിയിപ്പോ പേര് മാറിപ്പോരാ, അത് നേരത്തെ പറഞ്ഞല്ലേ, പേര് മാറിപ്പോ. ഗൗതമിന്റെ കേസ് പറഞ്ഞു, പിന്നെ വേജസ് പറഞ്ഞു. റിപ്പയറിംഗ് ഓർത്ത് വെക്കുക. റിപ്പയറിംഗ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. റിപ്പയറിംഗ് വരികയാണെങ്കിൽ അത് സ്റ്റാർട്ടിംഗ് ടൈമിൽ വരുന്ന ഒരു എക്സ്പെൻസ് അല്ല. അതുകൊണ്ട് റിപ്പയറിംഗ് വന്നാൽ റിപ്പയറിംഗിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് കേട്ടോ, അസറ്റിലല്ല. അതും പഠിച്ചു വെക്കുന്നുണ്ട്. അത് ചിലപ്പോൾ മാറി മാറി ചോദിക്കാറുണ്ട്. അറിയാലോ, നമ്മുടെ നോട്ട് നന്നായി പഠിക്കുക. ഫുൾ മാർക്ക് ഉറപ്പാണ് റെക്ടിഫിക്കേഷൻ കേട്ടോ. എസ് ആർക്ക് ഡൗട്ട് ഇല്ലല്ലോ? ഓജസ് ഡൗട്ട് ഉണ്ടോ മോനെ? മാറ്റോട്ടെ ഇത്. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ചോദിച്ചോ ഓജസ്. ആ ആ ആ ആ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ. പിന്നെ നമ്മൾ ചെയ്തില്ലേ സാറേ? ആ പറഞ്ഞോ, നീ ആ ട്രാൻസാക്ഷൻ പറ സാർ, ഒന്ന് പ്ലെയിൻ ആക്കിക്കേ. അവന്റെ ആ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തേക്കാം. മോഡലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പറഞ്ഞിടാൻ എഴുതാം. വേം പറയും. ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം കുമാർ. മോഡലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇവൻ പറയണേ. ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം കുമാർ റുപ്പീസ് 20,000. ഒന്ന് സ്പീഡിൽ പറയടാ, ഒന്ന് കഴിച്ചില്ല നീ. വേർ റെക്കോർഡഡ് ത്രൂ സെയിൽസ് ബുക്ക്. എടുത്തില്ല സാറേ. ഓക്കെ മക്കളെ ശ്രദ്ധിക്കാം. ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം കുമാർ, ഇത് ഈ മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. അപ്പൊ വേണ്ടവർ എഴുതിയെടുത്തോളൂ കേട്ടോ. ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം കുമാർ റുപ്പീസ് 20,000 വേർ റെക്കോർഡ് ത്രൂ സെയിൽസ് ബുക്ക് എന്നാണ് പറഞ്ഞേക്കണത് അല്ലേ? യെസ്. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം കുമാർ എന്താ എൻട്രി വരിക? നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് എൻട്രി റോങ് എൻട്രി ഒക്കെ എഴുതി നോക്കട്ടെ, കൺഫ്യൂഷൻ വരികയാണെങ്കിൽ. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം കുമാറിന്റെ കറക്റ്റ് എൻട്രി എന്താ? ആരെ വിളിക്കാം സാറേ കറക്റ്റ് എൻട്രി പറയാനായിട്ട്? ഫാത്തിമ എന്ന് പറയടാ. ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം കുമാർ, കുമാറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. എന്താ എൻട്രി ഇടാൻ? പറയ്. യെസ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു കുമാർ എന്നല്ലേ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്? യെസ്. അതിന് പകരം നമ്മള് റോങ് എൻട്രി പറഞ്ഞടാ. എവിടെ കാണിച്ചു?
20,000 ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്തേക്കണേ, എവിടെ കാണിച്ചെന്ന് പറഞ്ഞേക്കണേ, സെയിൽസ് ബുക്കിൽ കാണിക്കണമെങ്കിൽ നമ്മൾ സാധാരണ സെയിൽസ് ബുക്കിൽ എന്താ കാണിക്കുക, ക്രെഡിറ്റ് സെയിൽ അല്ലേ, കടമായിട്ട് വിറ്റതല്ലേ നമ്മൾ കാണിക്കടാ, ശരിയല്ലേ? അപ്പൊ കടമായിട്ട് നമ്മൾ വിറ്റതായിട്ട് കണക്കാക്കിയാണ്. അതായത് കുമാർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത്, ശരിയല്ലേ? കുമാർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ് നമ്മൾ തെറ്റായിട്ട് നമ്മൾ 20,000 റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച എല്ലാവരും, കുമാർ അക്കൗണ്ട് ഡെറ്റർ എന്നാണ് നമ്മൾ തെറ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് റെക്ടിഫൈ ചെയ്യണം അല്ലേ? റെക്ടിഫൈ ചെയ്യുമ്പോൾ ശരിക്കും ആരെ ഡെബിറ്റ് ചെയ്യണ്ടേ? ശരിക്കും ആരെ ഡെബിറ്റ് ചെയ്യേണ്ടത്? ശരിക്കും ആരെ ഡെബിറ്റ് ചെയ്യണ്ടേ? കേട്ടില്ല നഹ, ഉറക്കെ പറയും. കറക്റ്റ് എൻട്രി നോക്ക്. പർച്ചേസിന് ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ പർച്ചേസിന് ഡെബിറ്റ് ചെയ്യാൻ പോവാണ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ. അത് ക്ലിയർ ആയ എല്ലാവർക്കും? ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് കാണിക്കണം. അതുപോലെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ടു കുമാറിനെയാണ്. ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താ? ടു കുമാറിനെയാണ്. പക്ഷേ ഈ സെയിൽസ് നമ്മൾ ചെയ്തിട്ടില്ലേ, ടു സെയിൽസ് എഴുതിയിട്ടില്ലേ, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോടാ? അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യണം അല്ലെ? സെയിൽസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല, പക്ഷെ നമ്മൾ തെറ്റായിട്ട് ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? അപ്പൊ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ആണോ? അപ്പൊ പർച്ചേസില് 20,000 വരും, സെയിൽസില് 20,000 വരും. കുമാറിലോ? ശരിക്കും കുമാറിനെ നമ്മൾ 20,000 രൂപ ക്രെഡിറ്റ് ചെയ്യണം, പക്ഷെ തെറ്റായിട്ട് നമ്മൾ 20,000 എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അപ്പൊ ശരിക്കും എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യണടാ? കുമാറിന്റെ അക്കൗണ്ടിൽ നിന്ന് 20,000 എടുക്കണതിന് പകരം, അല്ല, ഇട്ട് കൊടുക്കണതിന് പകരം 20,000 എടുത്തു. അപ്പൊ കറക്റ്റ് ചെയ്യാൻ കുമാറിന്റെ അക്കൗണ്ടിലേക്ക് എത്ര ഇട്ട് കൊടുക്കണം? 40,000 ഇട്ടാ സെറ്റായി. ടാലി ആയില്ലേ? ഡെബിറ്റും ക്രെഡിറ്റും. ഇത്രയേ ഉള്ളൂ സംഭവം. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച എല്ലാവരും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ബാക്കിയുള്ളത് പഠിച്ചാൽ മതി കേട്ടോ. കോംപ്ലിക്കേഷൻ വരുമ്പോൾ ഇതുപോലെ കറക്റ്റ് എൻട്രി റോങ് എൻട്രി എഴുതി നോക്കുക കേട്ടോ. കറക്റ്റ് എൻട്രി റോങ് എൻട്രി എഴുതി നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? റെക്ടിഫൈങ് എൻട്രി ചെയ്താം. പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുക, പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു. ടു കുമാറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇപ്പൊ ഇവിടെ തെറ്റായിട്ട് ചെയ്ത് വെച്ച് നോക്കുക. തെറ്റായിട്ട് നമ്മൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തിട്ടില്ലേ? ക്യാൻസൽ ചെയ്യാൻ സെയിൽസിനെ ഡെബിറ്റ് ചെയ്യുക. ഇനി കുമാറിനെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾ തെറ്റായിട്ട് ഡെബിറ്റ് ചെയ്തു അല്ലെ? 20,000 രൂപ ഡെബിറ്റ് ചെയ്തു. കുമാറിനെ 20,000 ക്രെഡിറ്റ് അല്ലേ ചെയ്യണ്ടേ? പക്ഷെ 20,000 നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പൊ ടോട്ടലി നമ്മൾ 40,000 രൂപ ക്രെഡിറ്റ് ചെയ്യണം. കത്തിയോ കൈവശിക്കുക എല്ലാവരും? ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് പഠിക്കുക. അപ്പൊ അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ സാറേ? നെക്സ്റ്റ് ചാപ്റ്റർ ഡിപ്രീസിയേഷൻ ആണ്. കുറച്ച് ഒരു തിയറി ഉണ്ട്, ആ ഒരു തിയറി വേഗത്തിൽ ഒന്ന് പറഞ്ഞേക്കാം അല്ലേ സാറേ? സാറേ ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഡിപ്രീസിയേഷൻ ആണ് കേട്ടോ. നോക്കാം. എനിക്കറിയാലോ ഡിപ്രീസിയേഷൻ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ തിയറി പ്രശ്നം നമുക്ക് നോക്കി പോവാം. അപ്പൊ ഫസ്റ്റ് മീനിങ് നോക്കാം കേട്ടോ. എന്താ ഡിപ്രീസിയേഷൻ നോക്കാം. എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് എ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആണ് കേട്ടോ. ഫിക്സഡ് അസറ്റ്സ് ഡ്യൂ ടു വെയർ ആൻഡ് ടിയർ, എക്സ്പയറി ഓഫ് ടൈം, പിന്നെ അല്ലെ പാസേജ് ഓഫ് ടൈം എന്നൊക്കെ പറയാം കേട്ടോ. എക്സ്പയറി ഓഫ് പാസേജ് ഓഫ് ടൈം എന്നൊക്കെ പറയാം. അപ്പൊ ഒരു അസറ്റിന്റെ വാല്യൂ കുറയുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതിന്റെ ഫീച്ചേഴ്സ് നോക്കി പോയാ സാറേ? നോക്കിയേ, ഇറ്റ് ഈസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ് കേട്ടോ. ഫീച്ചേഴ്സ് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലങ്ങളിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യാം? ഫീച്ചർ ചോദിക്കാം. ഒരു 3 ഫീച്ചറെങ്കിലും പഠിച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഫീച്ചർ ഇട്ടേക്കണം കേട്ടോ. നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ് കേട്ടോ. അറിയാലോ, സാധാരണ എക്സ്പെൻസ് പോലെ റെന്റ്, സാലറി ഒക്കെ എന്ത് ചെയ്യും? ക്യാഷ് ആയിട്ട് പേ ചെയ്യും. പക്ഷെ അങ്ങനെ പേ ചെയ്യേണ്ടായിട്ടുള്ളൊരു എക്സ്പെൻസ്, പക്ഷെ എക്സ്പെൻസ് ആണ് സംഭവം കേട്ടോ. അതാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ. അപ്പോൾ നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. സെക്കൻഡ് വൺ, ഇറ്റ് ഇസ് എ ഗ്രാജുവൽ ആൻഡ് കോൺസ്റ്റന്റ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാവുന്ന ഡിപ്രീസിയേഷൻ ഗ്രാജുവൽ, പതിയെ ക്രമേണ ഉണ്ടായി വരുന്നതാണ്, പക്ഷെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു എക്സാമിന് ഡാഷ് ഈസ് എ ഗ്രാജുവൽ ആൻഡ് കോൺസ്റ്റന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗ്രാജുവൽ എന്ന് പറയുന്ന വേർഡ് ഓർത്ത് വെച്ചോളൂ. ഗ്രാജുവൽ എന്ന് കണ്ട ആൻസർ എന്താ? ഡിപ്രീസിയേഷൻ ആയിരിക്കും. ഓർത്ത് വെക്കാം കേട്ടോ, ചോദിച്ചിട്ടുണ്ട് എക്സാമിന് കേട്ടോ. അപ്പൊ ഗ്രാജുവൽ ആയിട്ട് കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇറ്റ് ഇസ് എ കണ്ടിന്യൂയിങ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഒരു അസറ്റിന്റെ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് കുറയുന്ന ആ ഒരു പ്രോസസ് ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്, ഗ്രാജുവൽ ആൻഡ് കോൺസ്റ്റന്റ് ആണ്, അതേപോലെ കണ്ടിന്യൂസ് ഡിക്രീസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അതിന് കുറച്ച് ടേംസ് ഉണ്ട്. ഡിപ്രീസിയേഷൻ കൂടെ പഠിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഒരു 4 ടേംസ് പറയുന്നുണ്ട്. എന്തൊക്കെയാ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ
ഉണ്ടാവാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ എന്താ? ഒബ്സലസൻസ് ആണ്. ഒബ്സലസൻസ് എന്ന് പറയുന്ന വേർഡ് എപ്പോഴാണ് യൂസ് ചെയ്യാൻ സാറേ? ഈ ടെക്നോളജി ഒക്കെ മാറുമ്പോ അസറ്റിന്റെ വാല്യൂ കുറയും അല്ലെ, അതായത് ഫാഷൻ മാറുമ്പോ. ചിലപ്പോ എക്സാമിന് ചോദിക്കും ടെക്നോളജി മാറിയപ്പോ, ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തപ്പോ വന്ന ഡിപ്രീസിയേഷൻ വിളിക്കുന്ന പേരാണ് ഡാഷ് ഒബ്സലസൻസ്. ഓർമ്മിക്കുക, ഒബ്സലസൻസ്. പഴയ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ച ടെക്നോളജി നമ്മളിപ്പോ ഉപയോഗിക്കില്ല, അപ്ഡേറ്റ് ഒരു ജനറേഷൻ മാറുമ്പോൾ ദാറ്റ് ഈസ് ഒബ്സലസൻസ്. ഇനി വേസ്റ്റിംഗ് അസറ്റ് ആയിട്ടുള്ള മൈനിങ്, ക്വാറി, കോൾഫീൽഡ്, ഇതിലൊക്കെ വരുന്ന തേയ്മാനത്തിന് വിളിക്കുന്ന പേരെന്താ? ഡിപ്ലഷൻ കേട്ടോ. ഡിപ്ലഷൻ എന്നൊക്കെ പറയാനുണ്ട്. ഡിപ്ലഷൻ കേട്ടോ. ഓർത്ത് DW എന്ന് ഓർത്ത് വെക്കുക. ഡി ഡിപ്ലഷൻ, VW എന്താ? വേസ്റ്റിംഗ്. DW ഓർത്ത് വെക്കുക. അടുത്ത അമോർട്ടൈസേഷൻ. ഏത് അസറ്റ് ഉണ്ടാവുന്നത്? ഇൻടാഞ്ചിബിൾ കേട്ടോ, നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ പറ്റാത്ത അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് ഏതൊക്കെയാണ്? ഗുഡ് വില്ല്, പേറ്റന്റ് റൈറ്റ്, കോപ്പി റൈറ്റ്, ഫ്രാഞ്ചൈസി ഒക്കെ വരും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള അസറ്റുകളുടെ വാല്യൂ ഗ്രാജുവൽ ആയിട്ട് കുറയുന്ന വിളിക്കുന്ന പേരാണ് അമോർട്ടൈസേഷൻ. പിന്നെ കറണ്ട് അസറ്റ് അങ്ങനെ വരാറില്ല. ഇതിൽ വരുന്ന ഒരു തിയറി കൂടി സാർ, അത് കാണിച്ചു. നീഡ് ആൻഡ് പർപ്പസ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ നമ്മൾ എന്തിനാ കാണണേ? എന്തിനാ ഡിപ്രീസിയേഷൻ കാണണേ? ട്രൂ റിസൾട്ട് ഓഫ് ദി ബിസിനസ്. അതായത് ഈ റിസൾട്ട് എന്താ വെച്ചാൽ അറിയാവോ? ബിസിനസിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അറിയണ്ടേ? അത് ഇയർ എൻഡിങ് വരുമ്പോൾ ഒരു കമ്പനിക്ക് ഒരു വർഷം വർക്ക് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അറിയണം. അതാണ് കേട്ടോ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസിന്റെ റിസൾട്ട് അറിയണമെങ്കിൽ, കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അറിയാൻ എന്താവശ്യമാണ്? ഡിപ്രീസിയേഷൻ ആവശ്യമാണ്. ട്രൂ ബാലൻസ് ഷീറ്റ്, ശരിയായിട്ടുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഡിപ്രീസിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവ് അല്ലെ? ഒരു ബിസിനസ്സിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് എത്രത്തോളം ചെലവ് വരുന്നുണ്ട്, ഈ തേയ്മാനം കൂടി കൺസിഡർ ചെയ്താലേ ശരിക്കുള്ള ചെലവ് കിട്ടാൻ ആക്യുറേറ്റ് ആയിരിക്കും. അപ്പൊ ആക്യുറേറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണാൻ ഹെൽപ്പ് ചെയ്യുന്നു. അത് റീപ്ലേസ്മെന്റ്, അസറ്റ് മാറ്റേണ്ട സമയമാണോ നമുക്ക് അറിയണ്ടേ? ഒരു അസറ്റ് ഉപയോഗിച്ച് അവസാനം കാലാഹരണപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അത് മാറ്റി നമുക്ക് എന്ത് ചെയ്യണം? ലൈഫ് കഴിയുമ്പോൾ മാറ്റാൻ വേണ്ടിയുള്ള ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അടുത്ത ഫാക്ടേഴ്സ് എഫക്ടിങ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ ചോദിച്ചാൽ നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ കാണാനുള്ള ഫോർമുല അറിയാലോ? മൈനസ് സ്ക്രാപ്പ് ബൈ വർക്കിംഗ് ലൈഫ്. അത് തന്നെ എഴുതിയാൽ മതി. കോസ്റ്റ്, സ്ക്രാപ്പ്, വർക്കിംഗ് ലൈഫ്. ഓക്കെ ആണെങ്കിൽ ഈസി കാണിച്ചേ ഫാക്ടേഴ്സ് കേട്ടോ. ഇനി റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണാൻ ചോദിക്കും 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട്. ഏതോ ഒരു തവണ എക്സാമിന് വന്നിട്ടുണ്ട്. 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? ആനുവൽ ഡിപ്രീസിയേഷൻ ബൈ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻടു 100. ചിലപ്പോൾ 5 വർഷം വരെയാണ് മെഷീനറി ഉപയോഗിക്കുന്നതെങ്കിൽ 1 വർഷത്തെ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ 5 വർഷത്തെ ഡിപ്രീസിയേഷൻ ഇൻടു 100. ഇത് പെർസെന്റേജ് കാണിക്കപ്പോ ഇൻടു 100 ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 10% ഡിപ്രീസിയേഷൻ പറയാറില്ലേ? ഈ 10% എങ്ങനെ കിട്ടണമെന്ന് അറിയോ? ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോഴാണ്. കത്തിയ മക്കളെ ക്ലിയർ ആണോ? കൈശി കാണിച്ച എല്ലാവരും ഒരു ബ്രേക്ക് കൊടുത്താലും സാർ, ബ്രേക്ക് കൊടുത്തിട്ട് എടുക്കാം. അപ്പൊ ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. ഒരുപാട് വീഡിയോ ആണ് വിത്ത് ഷിഫാനൊക്കെ ഉണ്ട്. ഫസ്റ്റ് വന്നിട്ടാ ഷിഫാൻ മൊത്താണ്. ഷിഫാൻ പാവ ഷിഫാൻ. അതിപ്പല്ലേ വന്നത്? ഷിഫാൻ ആദ്യമേ വന്നത്. ഷിഫാൻ ഫസ്റ്റ് വന്നത്. വീട്ടിൽ പഠിച്ചിട്ടുണ്ടോ? പ്രോബ്ലം ചെയ്തല്ലോ സാറേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? എസ്എ ക്വസ്റ്റ്യൻ. ഇതോടെ നമ്മൾ പറഞ്ഞതാണ്. ഡിപ്രീസിയേഷന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. സാറേ Kannan and Sons acquired a machine for rupees 1,80,000 on 1st October 2022 and spends rupees 20,000 for its installation. Installation പകരം ചിലപ്പോൾ എന്ത് ചോദിക്കാം? ഇറക്ഷൻ എന്ന് പറയാം കേട്ടോ. ഇറക്ഷൻ ചാർജസ് എന്ന് പറയാം. അത് സ്ഥാപിക്കാൻ വന്ന ചെലവാണ് കേട്ടോ. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്ന കോസ്റ്റ്. The firm writes off depreciation at the rate of 10% per annum on original cost. മക്കളെ, ഒറിജിനൽ കോസ്റ്റ് കണ്ടാൽ അത് ഏത് മെത്തേഡാണ്? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? SLM. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡോ അല്ലെങ്കിൽ അതിനെ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡോ പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. ഡ്രോ മെഷീനറി അക്കൗണ്ട് ഫോർ ദ ഫസ്റ്റ് 3 years. ആദ്യത്തെ 3 വർഷത്തെ മെഷീനറി അക്കൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഇയർ അവസാനിക്കുന്നത് എന്താണ്? മാർച്ച് 31st എവറി ഇയർ. എല്ലാ വർഷവും മാർച്ച് 31 ഇയർ അവസാനിക്കുന്നത് അല്ലെ? നമ്മൾ ആദ്യം എന്ത് ചെയ്യാ? ഇവിടെ മെഷീനറി വാങ്ങിക്കണം എന്താണ് സാറേ? ഒക്ടോബർ 1st ആണ് മേടിച്ചത്. ഇവിടെ സാധാരണ നമ്മുടെ ഒരു ഇയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ടു മാർച്ച് വരെയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ആദ്യം മെഷീനറി വാങ്ങിയേക്കണത് ഒക്ടോബറിലാണ് കേട്ടോ. അപ്പൊ 1,80,000 പ്ലസ് അതില് 20,000 രൂപ എന്തുണ്ട്? ഇൻസ്റ്റലേഷൻ ചാർജ് ഉണ്ട്.
അപ്പൊ ടോട്ടൽ എത്ര രൂപയായി? 2 lakh ആവും. അത് ആഡ് ചെയ്യുക. അപ്പൊ 2 lakh വരും. അതിന്റെ എത്ര പെർസെന്റേജ് പറഞ്ഞേ? 10% ആണ് കേട്ടോ. 10% ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ കിട്ടും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 20 സീറോസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 20,000 കിട്ടും. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും 20,000. അത് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ ആണ്. ഇവിടെ കണ്ണൻ ആൻഡ് സൺസ് വാങ്ങിയത് ഏപ്രിൽ അല്ല. ഏപ്രിൽ വാങ്ങിയാലാണല്ലോ ഏപ്രിൽ മുതൽ മാർച്ച് വരെ ഒരു വർഷം ഉണ്ടാവുക. 20 എടുക്കുക. പക്ഷെ ഇവിടെ വാങ്ങിയത് എന്നാ? ഫസ്റ്റ് ഒക്ടോബറിലാണ്. അപ്പൊ 20,000 രൂപ വരും സാറേ? ഇല്ല, വരില്ല. 20,000 ഇൻറ്റു ഒക്ടോബർ മുതൽ മാർച്ച് വരെ വരുള്ളൂ അല്ലെ? അപ്പൊ ഒക്ടോബർ അത് ഒക്ടോബർ 1 ആണ്. അപ്പൊ ഒക്ടോബർ കൂടി കൗണ്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഫോർ 6 months കേട്ടോ. അപ്പൊ 6/12 ചെയ്യാം. കാരണം 20,000 എന്ന് പറഞ്ഞ ഒരു വർഷം, അതായത് 12 മാസത്തെയാണ്. ആ 12 മാസത്തിൽ 6 മാസത്തെ കണ്ടുപിടിക്കണം. 10,000 റുപ്പീസ് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ. അപ്പൊ എങ്ങനെയാണ് മെഷീനറി അക്കൗണ്ട് വരയ്ക്കാന്നുള്ളത് സാറ് പറഞ്ഞുതരും. സാറ് മെഷീനറി അക്കൗണ്ട് പറഞ്ഞു കൊടുക്കൂ. ഓക്കെ, മെഷീനറി അക്കൗണ്ട് വരക്കാം. അപ്പൊ അതിനെ സ്കെയിലൊക്കെ എടുക്കുക. ഓക്കെ, സ്വന്തം വായിച്ചേക്കാം അല്ലേ? ഇതൊക്കെ ജസ്റ്റ് ഇവിടെ എഴുതി വെച്ചു. സ്കെയിൽ ഉണ്ട്, അത് വേണ്ട ആവശ്യമില്ല. അയ്യോ, തെളിയുന്നില്ലേ? വേറെ അടച്ചിട്ട് പോയല്ലേ? ഓക്കെ, മെഷീനറി അക്കൗണ്ട് എടുക്കുക. കോളംസ് ഡേറ്റ് ആണ് കേട്ടോ. ഡേറ്റ് കോളം, ഡേറ്റ് പറയുന്നുണ്ട്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഡേറ്റ് കോളം വേണം. ദെൻ നമ്മുടെ പെർട്ടിക്കുലർസ് കോളം, പിന്നെ നമ്മുടെ എമൗണ്ട് കോളം കേട്ടോ. ഡെബിറ്റ് സൈഡ് ഇതുപോലെ ക്രെഡിറ്റ് സൈഡിൽ വെക്കാം കേട്ടോ. ഡേറ്റ് കോളം, പെർട്ടിക്കുലർസ്, എമൗണ്ട്. ഫസ്റ്റ് 3 year ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് 3 year ആണേ. അപ്പൊ അവിടെ സ്പേസ് ഇട്ടിട്ട് വരക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡേറ്റ് നോക്കാം. എന്നാ പർച്ചേസ് ചെയ്തേ? 1 October അല്ലേ മേടിച്ചത്? അപ്പൊ എന്ത് ചെയ്യാം? നമ്മള് ഡെബിറ്റ് സൈഡില് 1 October 2022 ആണ് കേട്ടോ. 2022 എഴുതുക കേട്ടോ. മേടിക്കുമ്പോ 2 cash അല്ലെ? 2 cash 2 ബാങ്ക് എന്നൊക്കെ എഴുതുക കേട്ടോ. 2 cash 2 ബാങ്ക് എഴുതുക. എത്ര രൂപയാണ്? 2 lakh rupees ആണ് കേട്ടോ. 2 lakh ആണ്. ഇത് എങ്ങനെ വന്നു 2 lakh? ബാങ്ക് സൈഡ് ചെയ്ത് വെക്കാം. നമുക്ക് 1,80,000 കോസ്റ്റ് അല്ലെ? അക്വിസിഷൻ കോസ്റ്റ് പ്ലസ് അതിന്റെ കൂടെ അത് ഇൻസ്റ്റാൾ ചെയ്ത എമൗണ്ട് 20,000 അല്ലെ? അങ്ങനെ 2 lakh വരെ കേട്ടോ. 2 lakh. ഇനി എന്ത് ചെയ്യാ? ഈ വർഷം നമ്മൾ എൻഡ് ചെയ്യാം അല്ലെ? അപ്പൊ നോക്കി എന്നാ എൻഡ് ചെയ്യാം? 31st March അല്ലേ? അപ്പൊ ഇവിടെ എഴുതുക കേട്ടോ. 31st March 2023 ആകും കേട്ടോ. 23 വരും കേട്ടോ. കാരണം എന്താ അറിയോ? ഡിസംബർ കഴിയുമ്പോൾ ഇയർ മാറും കേട്ടോ. 22 October അല്ലേ? മാർച്ച് ആകുമ്പോൾ 23 ആകും കേട്ടോ. ഡിസംബർ ജാനുവരി ആകുമ്പോൾ 23 ആകും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താ? ബൈ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നോക്കിയേ, ഒക്ടോബർ മുതൽ മാർച്ച് വരെ മതി കേട്ടോ. 6 മാസത്തെ മതി. നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചല്ലേ? ഒരു ഇയർ കേട്ടോ. ആനുവൽ ഡിപ്രീസിയേഷൻ ആണ് 20,000. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഇയർ കംപ്ലീറ്റ് ഇല്ല. ഒക്ടോബർ ടു മാർച്ചേ ഉള്ളൂ. അപ്പോ 6 മാസം ഉള്ളു. അപ്പൊ എന്താണ് എമൗണ്ട്? പകുതി അല്ലെ? അപ്പൊ 10,000 വരും കേട്ടോ. 10,000 ആണ് ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ഈ ബാലൻസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ അസറ്റ് മേടിച്ചത് അല്ലേ? അത് റെക്കോർഡ് ചെയ്തു. ആ വർഷത്തെ ഇയർ എൻഡിങ്ങിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു 10,000 കേട്ടോ. എന്ത് ചെയ്യാം? ഈ ഇയർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ 2 lakh എഴുതാം കേട്ടോ. 2 lakh എന്ത് ചെയ്യാം? ഈ 2 lakh 10,000 മൈനസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ക്ലോസ് ചെയ്തു. 31st March 2023 ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്ര വരും? അപ്പോ 1,90,000 വരും കേട്ടോ. 1,90,000. ഓക്കെ, അപ്പോ 23 മാർച്ചിലെ ക്ലോസിംഗ് ബാലൻസ് ആണ് 1,90,000 കേട്ടോ. ഇനി എന്ത് ചെയ്യാ? നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 31st March കഴിഞ്ഞില്ലേ? ഇനി നെക്സ്റ്റ് എന്താ പറയാ? 1st April വരും അല്ലെ? അപ്പൊ 1st April 2023 വരും കേട്ടോ. 2023 കേട്ടോ. അപ്പൊ 23 മാർച്ചിലെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും 23 ഏപ്രിലെ ഓപ്പണിംഗ് ബാലൻസ്. അപ്പൊ എന്ത് ചെയ്ത? 2 ബാലൻസ് ബ്രോ ഡൗൺ. ഈ ബാലൻസ് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് കേട്ടോ. 2 ബാലൻസ് ബ്രോ എത്ര വരിക? 1,90,000 വരും കേട്ടോ. 1,90,000. ഇനി എന്ത് ചെയ്യണം? ഈ ഇയർ ക്ലോസ് ചെയ്യണം. അപ്പൊ എന്താ ക്ലോസിംഗ് ഡേറ്റ് വരിക? 31st March എല്ലാ വർഷം ക്ലോസ് ചെയ്യാം. അപ്പൊ 31st March 2024 വരും കേട്ടോ. ഇത് April to March ഇവിടെ നോക്കിയാട്ടോ. 31st March അപ്പൊ 23-24 വരും കേട്ടോ. 31st March 2024 വരും. അപ്പൊ എന്ത് ചെയ്തുക? ബൈ ഡിപ്രീസിയേഷൻ. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. അവിടെ നോക്കിയ മക്കളെ, ഇത് ഏത് മെത്തേഡാണ്? ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് അല്ലേ? ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, എന്തായിരിക്കും? എല്ലാ വർഷവും സെയിം ഇയർ ഡിപ്രീസിയേഷൻ അല്ലേ? അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ April to March അല്ലേ? അപ്പൊ എത്ര വരെ അറിയാലോ? ഫുൾ ഡിപ്രീസിയേഷൻ ആണ് കേട്ടോ.
20,000 വരും കേട്ടോ. 20,000. അപ്പോൾ 20,000 വരുന്ന ഡിപ്രീസിയേഷൻ കേട്ടോ. ഫസ്റ്റ് ഇയർ മാത്രം എന്താണ് 10,000 വന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ, നമ്മൾ 6 months കാൽക്കുലേറ്റ് ചെയ്തത് കേട്ടോ. ഒക്ടോബർ ടു മാർച്ച് ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഏപ്രിൽ ടു മാർച്ച് ആണ് കേട്ടോ. ഫുൾ ഇയർ ഉണ്ട്. അപ്പൊ ശരിക്കും ഫുൾ ഇയർ എത്ര വരേണ്ടത്? 20,000 ആണ് കേട്ടോ. ടോട്ടൽ കോസ്റ്റ് ഇൻറ്റു റേറ്റ് കേട്ടോ. 20,000 ആണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഇയർ ക്ലോസ് ചെയ്യാം. 1,90,000 എന്ത് ചെയ്യാം? ഡിപ്രിസിയേഷൻ കുറക്കുക കേട്ടോ. അപ്പൊ 31st March 2024 ബൈ ബാലൻസ് ക്യാരി ഡൗൺ ഇപ്പൊ എത്ര വരും? 1,70,000 വരും അല്ലേ? 1,70,000 വരും കേട്ടോ. ഓക്കെ, ഇനി തേർഡ് ഇയർ അല്ലേ? ആദ്യത്തെ 3 years തേർഡ് ഇയർ അല്ലേ? ഓക്കെ, അപ്പൊ നോക്കാം. 1st April 2024 ടു ബാലൻസ് ബ്രോഡ് ആണ് കേട്ടോ. സെക്കൻഡ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും തേർഡ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് കേട്ടോ. അപ്പൊ ഈ 1,70,000 എന്നുള്ള ബാലൻസ് ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. 1,70,000. ഓക്കെ, ഇനി ഈ ഇയർ ക്ലോസ് ചെയ്യാം. അപ്പൊ 31st March 2025 ആകും കേട്ടോ. ഏപ്രിൽ ടു മാർച്ച് ആകുമ്പോൾ 2025 ആകും. ഓക്കെ, ബൈ ഡിപ്രീസിയേഷൻ. മക്കളെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. അപ്പോൾ എന്താണ്, എല്ലാ വർഷവും സെയിം ഡിപ്രീസിയേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ എന്താണ്, ഇവിടെ ഏപ്രിൽ ടു മാർച്ച് ആണ്. അപ്പോൾ 20,000 തന്നെ, 20,000. ഓക്കെ അല്ലേ? ഇനി ഇത് ഈ ഇയർ ക്ലോസ് ചെയ്യാം കേട്ടോ. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് ഇനി എന്ത് ഈ ഇയർ ക്ലോസ് ചെയ്യാം. അപ്പൊ 1,70,000 ഇത് മൈനസ് ചെയ്യുമ്പോൾ 31st March 2025 ബാലൻസ് ബൈ ബാലൻസ് ക്യാരി ഡൗൺ ബാലൻസ് വരുന്ന എത്ര ആയിരിക്കും? 1,50,000 ആയിരിക്കും കേട്ടോ. 1,50,000 ആണ് ബാലൻസ് വരിക. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ടാന്നേ? ഓക്കെ അല്ലേ? സനി നമുക്ക് എൻട്രി എന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? മക്കളെ എൻട്രി പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡിന് പകരം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആയിരുന്നെങ്കിലോ രണ്ട് മെത്തേഡ് ഉണ്ട് ഡിപ്രീസിയേഷൻ കാണാം അല്ലെ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഉണ്ട്. ഇല്ലേ, രണ്ട് മെത്തേഡ് ഇല്ലേ? അപ്പൊ ഫസ്റ്റ് മെത്തേഡാണ് സാറ് പറഞ്ഞത്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് സാറ് പറഞ്ഞത്. ഇനി നമ്മുടെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലാണ് ഈ സെയിം പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞത് എങ്കിൽ ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ വർഷം രണ്ട് മെത്തേഡിലും എന്താണ്, സെയിം ആണ്. ഓക്കെ ആണെങ്കിൽ കാണിച്ച എല്ലാവരും സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ചെയ്താലും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ചെയ്താലും ഫസ്റ്റ് ഇയറിൽ നമ്മൾ എഴുതുന്നത്, വാങ്ങുന്നതും ഡിപ്രീസിയേഷൻ കാണുന്നതും സെയിം തന്നെയാണ്. ക്ലിയർ ആയോ? കൈവശിക്ക് എല്ലാവരും? യെസ്. ഇനി നമ്മുടെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന 1,90,000 ഇല്ലേ സാറേ? ഈ 1,90,000 എന്ത് ചെയ്യാ? 10% കാണാം. അപ്പൊ നമുക്ക് 19,000 വരും. മക്കളെ ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ച എല്ലാവരും. ഇവിടെ വരുന്ന ബാലൻസ് ഇല്ലേ, അതിന്റെ 10%. ഇനി അടുത്തൊരു ബാലൻസ് ചെയ്തു 1,70,000 വന്നു, അതിന്റെ 10% ചെയ്യാം. ഇപ്പൊ 17,000 വരും. കത്തിയോ മക്കളെ? ക്ലിയർ ആയോ? അനുഷ്ക ക്ലിയർ ആയോ? അത് ഏത് മെത്തേഡ് ആണെങ്കിലാ? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണെങ്കിൽ ആദ്യത്തെ വർഷം രണ്ടിലും ഒരേപോലെയാണ്. റിട്ടേൺ ഡൗൺ വരുമ്പോ രണ്ടാമത്തെ വർഷം മാത്രമേ ഡിപ്രീസിയേഷൻ മാറുള്ളൂ. അത് ഫിക്സഡ് അല്ല. ഇവിടെ കിട്ടുന്ന ബാലൻസിന്റെ ആ പെർസെന്റേജ് ചെയ്യാ. ഇവിടെ അതുപോലെ ഇവിടെ കിട്ടുന്ന ബാലൻസിന്റെ പെർസെന്റേജ്. ക്ലിയർ ആയോ സാന്ദ്ര? ക്ലിയർ ആയോ? യെസ്. അപ്പൊ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? എമൗണ്ട് കുറഞ്ഞ വരണേ. ആദ്യം 19,000 വന്നു, പിന്നെ 17,000 ആയിരിക്കും വരിക. അപ്പൊ ചിലപ്പോ എക്സാമിന് ചോദിക്കും ഡാഷ് മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ കുറഞ്ഞു വരും. അതേത് മെത്തേഡാ? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഡിപ്രീസിയേഷൻ കുറഞ്ഞു വരുന്നത് ഏത് മെത്തേഡാണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അഥവാ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ക്ലിയർ ആയോ? കൈവശി കാണിച്ച് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ സെയിം ആകുന്നത് ഏത് മെത്തേഡാ? അപ്പൊ എക്സാമിന് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ വരുന്ന ഏത് മെത്തേഡാണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്നോ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നോ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്നോ എഴുതുക. ഓക്കെ ആണോ മക്കളെ? യെസ്. അപ്പൊ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് മെത്തേഡ് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് അതിന്റെ ജേണൽ എൻട്രി കൂടി പറയാം കേട്ടോ. ഇതൊരു ജേണൽ എൻട്രി എഴുതാൻ എനിക്ക് തോന്നുന്നു മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തെ മാത്രം ജേണൽ എൻട്രി എഴുതാനാണ്. മക്കളെ നമ്മുടെ മൈൻഡിൽ അസറ്റ് വാങ്ങുമ്പോൾ എൻട്രി എല്ലാവർക്കും അറിയാലോ. മെഷീനറി വാങ്ങുമ്പോൾ ജേണൽ എൻട്രി എന്താ നവിത? പർച്ചേസ്ഡ് മെഷീനറി. ഇവിടെ കണ്ടോ, കണ്ണൻ ആൻഡ് സൺസ് എന്ത് ചെയ്തു? മെഷീനറി വാങ്ങി. എന്താ നവിത എൻട്രി വരിക? മെഷീനറി വാങ്ങുമ്പോൾ ജേണൽ എൻട്രി. സാർ ലാസ്റ്റ് ഓയിൽ സെക്കൻഡ് വൺ. മെഷീനറി വാങ്ങുമ്പോൾ ജേണൽ എൻട്രി എന്താടാ? മെഷീനറി വാങ്ങി. എന്താ എൻട്രി?
അത്രേ ഉള്ളൂ. ഫസ്റ്റ് എൻട്രി കിട്ടില്ലോ, മെഷീനറി അക്കൗണ്ട് അറ്റ് ക്യാഷ് 20,000, 2 ലക്ഷം. കത്തിയ മക്കളെ ക്ലിയർ ആണ് കഴിച്ച് കാണിച്ച് എൻട്രി ചെയ്താൽ മാത്രം വരാറുണ്ട് കേട്ടോ ഈ മോഡൽ എക്സ്. നവിത നിങ്ങൾ കഴിഞ്ഞ വർഷം എഴുതിയ എക്സാം പോലെയല്ല ഈ വർഷത്തെ അക്കൗണ്ടൻസി കേട്ടോ. ഈ വട്ടം ജേണൽ എൻട്രി ചോദിക്കാറുണ്ട് ഡിപ്രീസിയേഷനിൽ. സോ അതുകൊണ്ട് ഈ വട്ടം മാത്രമാണ് ആദ്യമായിട്ട് ജേണൽ എൻട്രി ചോദിക്കുന്നത്. ക്രിസ്മസ് എക്സാം തൊട്ട് ചോദിക്കുന്നുണ്ട്. ക്രിസ്മസ് എക്സാമിനും ചോദിച്ചു, മോഡൽ എക്സാമിനും ചോദിച്ചു. സോ പബ്ലിക് എക്സാമിന് ചോദിക്കാം. അപ്പൊ അസറ്റ് വാങ്ങുമ്പോൾ എൻട്രി എന്താ? മെഷീനറി അക്കൗണ്ട് അറ്റ് ക്യാഷ് 2 ലക്ഷം. ക്ലിയർ ആയോ? ഫസ്റ്റ് എൻട്രി കിട്ടിയോ? യെസ്. രണ്ടാമത്തെ എൻട്രി ഡിപ്രീസിയേഷൻ എഴുതുമ്പോൾ എൻട്രി ആണ്. ഡിപ്രീസിയേഷൻ നമ്മൾ ക്രെഡിറ്റിലല്ലേ എഴുതാം. അപ്പൊ എൻട്രിയിൽ വരുമ്പോൾ എന്താവും? ഡെബിറ്റ് ആവും. അപ്പൊ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് മെഷീനറി അക്കൗണ്ട്. രണ്ടാമത്തെ എൻട്രി കിട്ടിയോ എല്ലാവർക്കും? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് മെഷീനറി അക്കൗണ്ട്. ഇനി മൂന്നാമത് നമുക്ക് വേണമെങ്കിൽ ഈ ഡിപ്രീസിയേഷൻ എവിടെ കാണിക്കുക? നമ്മള് ഫൈനൽ അക്കൗണ്ടില് അത് വേണമെങ്കിൽ എഴുതാം. പക്ഷെ പല ടീച്ചർമാരും ഈ 2 എൻട്രി ഇതിന് ഫുൾ മാർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു എൻട്രിയും കൂടി നിങ്ങൾ എഴുതി വെച്ചോളൂ. അതായത് നമ്മൾ ഈ ഡിപ്രീസിയേഷൻ എവിടെ കാണിക്കുക അറിയോ? ഫൈനൽ അക്കൗണ്ടില് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പൊ അതിന്റെ എൻട്രിയും കൂടി ഒന്ന് എഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ഡിപ്രീസിയേഷൻ 10,000. കത്തിയോ? ഈ ഡേറ്റ് കേട്ടോ. യെസ്. അപ്പൊ 3 എൻട്രി ഓർത്ത് വെച്ചോ. ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ ഏതാണ്? ഈ വട്ടം മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അസറ്റ് വാങ്ങുമ്പോൾ എൻട്രി മെഷീനറി അക്കൗണ്ട് അറ്റ് ക്യാഷ്. ഡിപ്രീസിയേഷൻ വരുമ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് മെഷീനറി. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന എൻട്രി. സെറ്റ് അല്ലേ മക്കളെ? 3 എൻട്രി എഴുതി വെച്ചാൽ എല്ലാവരും സാന്ദ്ര എഴുതിയെടുത്തോ? മക്കളെ ഇനി ജേണൽ എൻട്രി ചെയ്താൽ വീണ്ടും ചോദിക്കാം. ആരും തെറ്റിച്ച് വെക്കരുത്. എൻട്രി എഴുതണം, അക്കൗണ്ട് വരച്ച് വെക്കരുത്. മക്കളെ എൻട്രി മാത്രമേ ചോദിക്കുന്നുള്ളൂ എങ്കിൽ ഈ അക്കൗണ്ട് കഷ്ടപ്പെട്ട് ആരും വരയ്ക്കണ്ട. എൻട്രി മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ ആണെങ്കിൽ വീശി കാണിച്ച എല്ലാവരും നമ്മൾ എൻട്രി പഠിച്ചു, അക്കൗണ്ട് പഠിച്ചു അല്ലെ സാറേ? യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് മെത്തേഡിലേക്ക് പോയാലോ? അപ്പൊ WDV നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഇതിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? WDV മെത്തേഡ് നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ സാർ അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചോ? WDV ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇതാണ് ക്വസ്റ്റ്യൻ. രാജ് ടെക്സ്റ്റൈൽസ് പർച്ചേസ്ഡ് എ മെഷീൻ ഓൺ 1st April 2020 rupees 2 lakh ആണ്. സ്പെൻഡ് എത്രയുണ്ട്? 30,000 ഇൻസ്റ്റാളേഷൻ ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര വരും? 2,30,000 വരും. അതുകൂടാണ്ട് നമ്മളൊരു 2022 ആയപ്പോൾ അനന്തർ മെഷീനറി വാങ്ങിയിട്ടുണ്ട് ഒരു 30,000 രൂപയ്ക്ക് കേട്ടോ. കിട്ടിയല്ലോ ദിയ? യെസ്. ദിയ കിട്ടിയില്ലേ? ദിയക്ക് ഇവിടുത്തെ എക്സാം നടത്തിയപ്പോൾ ഒക്ടോബറിൽ നിന്ന് വാങ്ങിയത്. ആ വർഷമല്ല, 2020 ഈ മെഷീനറി വാങ്ങിയത്. രണ്ടാമത്തെ മെഷീനറി വാങ്ങിയത് 1 January 2022 കേട്ടോ. 22 ആകുമ്പോൾ അത് കാണിച്ചാൽ മതി. ഡിപ്രീസിയേഷൻ എത്ര പെർസെന്റേജ് ആണ്? 20%. ഏത് മെത്തേഡ്? റിട്ടേൺ ഡൗൺ ചെയ്യാൻ ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾ? ബാലൻസ് എമൗണ്ട് എത്രയാണോ വരുന്നത് അതിന്റെ 20% ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് നാളെ മോർണിംഗിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. നമ്മുടെ കുട്ടികൾക്ക് നാളെ മോർണിംഗിൽ ക്ലാസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് രാവിലെ മോർണിംഗ് ക്ലാസ് ഉണ്ട്. നാളെ ഈവനിങ്ങിൽ AI ക്ലാസ് ഉണ്ട് അക്കൗണ്ടൻസിയിൽ കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈവനിങ്ങിൽ AI ക്ലാസ്സിന്റെ ബാക്കി നാളെ ഈവനിങ്ങിൽ ഉണ്ടായിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് നാളെ മോർണിംഗിൽ ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ, റെഗുലർകാർക്ക്. ഓക്കെ അല്ലേ കൈശിക്ക്? യെസ്. മോർണിംഗിലും കയറണേ റെഗുലർകാർ കേട്ടോ. ഇവിടെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. മോർണിംഗിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. യെസ് സാർ. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം സാർ. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം സാറേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ഫേം പർച്ചേസസ് എ മെഷീനറി ഫോർ ₹60,000. ഇറ്റ്സ് ഇറക്ഷൻ ചാർജസ്. ഇറക്ഷൻ ചാർജസിന് വേറൊരു പേരെന്താ? ഇൻസ്റ്റാലേഷൻ ചാർജസ് ആണ്. ഒരു 10,000 രൂപയുണ്ട്. സാൽവേജ് എന്ന് പറയുന്ന സ്ക്രാപ്പിനെയാണ് നമ്മൾ സാൽവേജ് എന്ന് പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോ സ്ക്രാപ്പിന് പകരം എന്ത് വരും? സാൽവേജ് എന്ന് വരും. മനസ്സിലാക്കാതെ സ്ക്രാപ്പ് തന്നെയാണ്. വർക്കിംഗ് ലൈഫ് 6 years ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഡിപ്രീസിയേഷൻ കാണാനല്ലേ പറഞ്ഞേക്കണേ? സ്ട്രേറ്റ് ലൈൻ മെത്തേഡില് ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ആരെ വിളിക്കാം സാറേ? പറഞ്ഞോ. ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞോ. അലൻ സോണി പറഞ്ഞേടാ. ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞേടാ. ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് അല്ലെ? സാൽവേജ് തന്നെയാണ് സ്ക്രാപ്പ് വാല്യൂ കേട്ടോ മക്കളെ. സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എന്ത് വരും? എസ്റ്റിമേറ്റഡ് ലൈഫ് കേട്ടോ. എസ്റ്റിമേറ്റഡ് ലൈഫ്. ഒറിജിനൽ കോസ്റ്റ് എത്രയാടാ? വാങ്ങിയ വില എത്രയാ? അസറ്റ് വാങ്ങിയ വില 60,000 ആണ്. പ്ലസ് ഒരു 10,000 രൂപ ഇറക്ഷൻ ചാർജ് സ്ഥാപിക്കാൻ വേണ്ട. അപ്പൊ 60,000 പ്ലസ് 10,000 എത്രയായി? 70,000 മൈനസ് സ്ക്രാപ്പ് സാൽവേജ് എത്രയാ? 10,000 ഡിവൈഡഡ് ബൈ വർക്കിംഗ് ലൈഫ് എത്രയാ? 6 വർഷം. അപ്പൊ 70,000 10,000 പോയാൽ 60,000 ബൈ 6 വർഷം എത്ര വരും ആൻസർ? 10,000 പെർ ആനം. ഒരു വർഷം നമുക്ക്
10,000 രൂപയാണ് ഡിപ്രീസിയേഷൻ വരുന്നത്. അതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച എല്ലാവരും ഡിപ്രീസിയേഷൻ കാണാൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ലൈഫ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയാണ്. വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 60,000 രൂപയ്ക്കാണ് വാങ്ങിയത്. സ്ഥാപിക്കാൻ 10,000 രൂപ ചെലവ് വന്നിട്ടുണ്ട്. അപ്പൊ 60,000 പ്ലസ് 10 70,000. ആ 70 10 കുറച്ചാൽ 60, 60/6 10,000 പെർ ആനം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ എല്ലാവർക്കും? കൈവശിക്ക് ഇത് ചിലപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് ഡിപ്രീസിയേഷൻ കാണാൻ ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാറുണ്ട്. അത് വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എല്ലാവർക്കും ഓക്കെ അല്ലേ ഇക്വേഷൻ? ഒന്ന് കൈവശേ. ഓക്കെ സെറ്റ്. അപ്പൊ ബി ക്വസ്റ്റ്യൻ ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതൊരു 3-4 ഡിഫറൻസ് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓൾറെഡി നമ്മളൊരു ഡിഫറൻസ് പറഞ്ഞല്ലേ സാറേ? അതായത് സ്ട്രെയിറ്റ് ലൈനിൽ എല്ലാ ഇയറും സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആയിരിക്കും. ഫസ്റ്റ് ഇയർ 5,000 ആണെങ്കിൽ സെക്കൻഡ് ഇയർ 5,000, തേർഡ് ഇയർ 5,000 സെയിം ആയിട്ട് തന്നെ പോകും. WDV റിട്ടേൺ ഡൗൺ ആണെങ്കിൽ എന്ത് പറ്റും? ആ ബാലൻസ് വന്ന എമൗണ്ടിന്റെ ഇത്ര പെർസെന്റേജ് ആയിരിക്കും, കുറഞ്ഞു വരും കേട്ടോ. ഡിമിനിഷിങ് ചെയ്യുന്നതാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് കേട്ടോ. എല്ലാ വർഷം സെയിം അല്ല, കുറഞ്ഞു വരുന്നതാണ് ഡിമിനിഷിങ്. ഓക്കെ, പിന്നെ വേറെ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡിന്റെ എമൗണ്ട് സീറോ ആകുന്നില്ല അല്ലേ? അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം നമുക്ക്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ആർ കാൽക്കുലേറ്റ് ഓൺ ദി ബേസ് ഓഫ് ഒറിജിനൽ കോസ്റ്റ്. അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റിന്മേലാണ് ഡിപ്രീസിയേഷൻ കാണാം. മറ്റൊരുത്താണെങ്കിലോ റിട്ടേൺ ഡൗൺ വാല്യൂ, കുറഞ്ഞ വാല്യൂവിന്റെ എമൗണ്ട് കാണുന്നത് കേട്ടോ. അപ്പൊ രണ്ടെണ്ണം കിട്ടിയില്ലേ? അപ്പൊ ഈ അസറ്റ് ഈ എന്താ ഹൈ കോസ്റ്റുള്ള അസറ്റുകൾ, വാല്യൂ കൂടിയ അസറ്റുകൾക്ക് കൂടുതലും WDV യൂസ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് WDV ആണ് അക്സെപ്റ്റ് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈൻ അക്സെപ്റ്റ് ചെയ്യാറില്ല. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്താ കുറഞ്ഞവിടേക്ക് സീറോയിലുണ്ട്. അതൊക്കെ എഴുതാട്ടോ. അപ്പൊ 4 ഡിഫറൻസ് പഠിച്ചു വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ. എന്തായാലും പഠിച്ചു വെക്കണം 4 ഡിഫറൻസ് കേട്ടോ. ഓക്കെ തിയറി കേട്ടോ. യെസ്, വളരെ ഇമ്പോർട്ടന്റ്. 4 ഡിഫറൻസ് ഷുവർ ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണിച്ചാൽ ഈ വട്ടം മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. വാട്ട് ഈസ് deferred revenue expenditure? മക്കളെ എക്സ്പെൻഡിച്ചർ 3 ടൈപ്സ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഏതൊക്കെയാ 3 ടൈപ്സ് എക്സ്പെൻഡിച്ചർ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, മൂന്നാമത്താണ് ഈ സംഭവം കേട്ടോ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അസറ്റുകളൊക്കെ വാങ്ങാൻ വേണ്ടി ചെലവാക്കുന്ന പൈസയിലെ അത് ലോങ് ടേം ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലെ? അസറ്റ് വാങ്ങാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പർച്ചേസ് മെഷീനറി, പർച്ചേസ് ലാൻഡ്, പർച്ചേസ് ബിൽഡിംഗ്, അങ്ങനെ അസറ്റ് വാങ്ങാൻ വേണ്ടി ഒരു സ്ഥാപനം ചെലവാക്കുന്ന എക്സ്പെൻസ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത് വലിയ എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നോൺ റിക്കറിംഗ് ആണ് കേട്ടോ. എപ്പോഴും നമ്മൾ ചെലവാക്കാറില്ല, വൺസ് ഇൻ എ വൈൽ അല്ലേ ഉണ്ടാവുള്ളൂ. നോൺ റിക്കറിംഗ് ആണ്, റിപ്പീറ്റഡ് അല്ല. വല്ലപ്പോഴൊക്കെ നമ്മളെ പൈസ ചെലവാക്കുള്ളൂ. പക്ഷെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി ഡേ ടു ഡേ ഉണ്ടാവുന്ന എക്സ്പെൻസ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ കേട്ടോ. നമ്മൾ സാലറി കൊടുക്കുക, റെന്റ് പേ ചെയ്യുക. അപ്പൊ നമ്മൾ ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് റെക്കറിംഗ് ആണ്, റെക്കറിംഗ് നേച്ചർ ആണ്. ഡെയിലി നമ്മൾ മുടക്കുന്നുണ്ട്, അപ്പൊ റെക്കറിംഗ് ആണ്, ഡെയിലി ആവർത്തിച്ച് വരും, അപ്പൊ റെക്കറിംഗ് ആണ്. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ക്ലിയർ ആയ? നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും, ചോദിക്കാറുണ്ട് കേട്ടോ. യെസ്, ഇനി പഠിക്കാനുള്ളത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡെഫേർഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത് നമ്മുടെ ഇതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് എന്തായിരിക്കും? ഒരുപാട് ബെനിഫിറ്റ്സ് ആർ ലാസ്റ്റിംഗ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഫ്യൂച്ചറിൽ ഒരുപാട് നാളെ നമുക്ക് എന്ത് ചെയ്യും, ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും, ബെനിഫിറ്റ് കിട്ടും. പക്ഷെ നമ്മള് ഒരു പ്രാവശ്യം എമൗണ്ട് സ്പെൻഡ് ചെയ്താൽ മതി കേട്ടോ. എക്സാമ്പിൾ പഠിച്ചു, എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആണ്. അതായത് നമ്മുടെ സ്ഥാപനം പരസ്യത്തിന് വേണ്ടി കുറച്ച് പൈസ ചെലവാക്കിയാൽ ആ പരസ്യത്തിന്റെ പൈസ നമുക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കില്ലേ? കാരണം നമുക്ക് സാധനങ്ങളൊക്കെ പരസ്യം കണ്ട ആളുകളൊക്കെ വാങ്ങി സെയിൽ ചെയ്തിട്ട് വേണം ആ പരസ്യത്തിന്റെ ചെലവ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് റിക്കവർ ചെയ്യാം അല്ലേ? അപ്പൊ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കുറച്ച് ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. എക്സാമ്പിൾ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, അതുപോലെ സയന്റിഫിക് റിസർച്ച് എക്സ്പെൻസ് ഇല്ലേ? റിസർച്ച് എക്സ്പെൻസ് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. റിസർച്ച് ഗിഫ്റ്റ് കാർഡ്സ്, സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ്, പ്രിലിമിനറി എക്സ്പെൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രിലിമിനറി എക്സ്പെൻസ് ഇല്ലേ, അത് നമുക്ക് ഇതിനകത്ത് പറയാം. സ്റ്റാർട്ടിംഗ് സ്റ്റേജിലെ എക്സ്പെൻസ് കേട്ടോ. ഇത് ഫിക്ടീഷ്യസ് അസറ്റ് അല്ലേ? അതൊക്കെ ഓർത്ത് വെക്കുക. ഇതൊക്കെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എക്സാമ്പിൾ ആണ്. ഈ വട്ടം മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടത്. എഴുതി വെച്ച മക്കളെ, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. കിട്ടിയോ സാന്ദ്ര? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണിച്ചു പറയും. നെക്സ്റ്റ് നമ്മുടെ എൻട്രി ആണ്. എൻട്രി കേരള ഇത് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ ആണല്ലേ? ജേണൽ എൻട്രീസ് ആണ്. നമ്മൾ ജേണൽ എൻട്രി പറഞ്ഞതാണ്, എന്നാലും വേഗത്തിൽ എന്ന് പറയാം. കേരള ഏജൻസീസ് ഒരു മെഷീനറി വാങ്ങിയിട്ടുണ്ട്. എത്ര രൂപയ്ക്കാ? 80,000. അതിലൊരു 10,000 രൂപ ഇൻസ്റ്റലേഷന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എത്ര പെർസെന്റേജ് ആണ്?
10% ഡിപ്രീസിയേഷൻ. 10% ആണ് ഡിപ്രീസിയേഷൻ. റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ് ഫോർ ദ ഇയർ 2021. ജേണൽ എൻട്രി ആണ് ചോദിച്ചത്. 2021 മാത്രം മതി, ഒരു ഇയറിലെ മാത്രം മതി കേട്ടോ. നമ്മുടെ അക്കൗണ്ട് ബുക്ക് അവസാനിക്കുന്ന December 31 ആണ്. അപ്പൊ എന്താ തുടങ്ങുന്നുണ്ടാവുക? ജാനുവരി ആണ്. ഡിസംബർ ആകുമ്പോൾ അറിയാലോ, ജാനുവരി ടു ഡിസംബർ. ജനുവരി മുതൽ ഡിസംബർ വരെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ അല്ലെ. നമ്മള് സ്റ്റാർട്ട് നമ്മള് വാങ്ങിയത് മെഷീനറി വാങ്ങിയത് എന്താ? ജൂലൈ ഫസ്റ്റ്. നമ്മള് ജനുവരിയിലല്ല മക്കളെ വാങ്ങിയേക്കണേ. എന്നാണ് ജൂലൈ. എത്ര രൂപയ്ക്ക് വാങ്ങിയേക്കണേ? 80,000. 80,000 പ്ലസ് 10,000 അതിന്റെ എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആഡ് ചെയ്യാം. 90,000. അപ്പൊ 90,000 എത്ര പെർസെന്റേജ് ഡിപ്രീസിയേഷൻ? 10%. 10% ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ ആയിരിക്കും കിട്ടുക അല്ലെ. അപ്പൊ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാ? 9,000 പെർ ആനം ആണ്. പക്ഷെ ഇവിടെ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ ജൂലൈയിലാണ്. ഫസ്റ്റ് ജൂലൈയിലാണ്. അപ്പൊ ജൂലൈ മുതൽ ഡിസംബർ വരെ നമ്മൾ ആ സെറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. ആ സമയത്ത് മാത്രമേ നമുക്ക് തീരുമാനം വരുള്ളൂ. അപ്പൊ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസത്തേക്ക്. അപ്പൊ ഇൻറ്റു 6/12 ചെയ്യാം. അപ്പൊ 4,500 കിട്ടും. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈ കാണിച്ച് 4,000. ജൂലൈ ഫസ്റ്റ് 31 ജൂലൈ ആണ് ചോദിക്കുന്നത്. 31 ജൂലൈ ആണെങ്കിൽ നമുക്ക് ഒരു രാത്രി കഴിഞ്ഞാൽ ഓഗസ്റ്റ് ആയില്ലേ? അതെ. അപ്പൊ ഓഗസ്റ്റ് മുതലേ നമുക്ക് കൗണ്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ജൂലൈയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ഓഗസ്റ്റ്, സെപ്റ്റംബർ അങ്ങനെ വേണം കൗണ്ട് ചെയ്യാൻ കേട്ടോ. ജൂലൈ ലാസ്റ്റ് ആണെങ്കിൽ ക്ലിയർ ആയോ? കത്തിയില്ലേ? കൈശിക്കെല്ലാവരും ജൂലൈ ഫസ്റ്റ് ഉള്ളപ്പോ ജൂലൈ കൂട്ടി കൗണ്ട് ചെയ്യാം. ജൂലൈ, ഓഗസ്റ്റ് അങ്ങനെ എടുക്കുക കേട്ടോ. നമുക്ക് എൻട്രി പറയാം. ആദ്യം നമുക്ക് മെഷീനറി വാങ്ങിയ എൻട്രി പറയാം. മെഷീനറി വാങ്ങിയ എൻട്രി എന്താ? മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ്. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എമൗണ്ട് 90,000 ആണ് കേട്ടോ. 80,000 ആക്ച്വൽ കോസ്റ്റ്, 10,000 ഇൻസ്റ്റലേഷൻ ചാർജ് കേട്ടോ. സെക്കൻഡ് എൻട്രി ഇത് ഡേറ്റ് ചെയ്തത് നിങ്ങൾ ഫസ്റ്റ് ഡേറ്റ് ആണ്. 1 ജൂലൈ 2021 ആണ്. സോ ഡേറ്റ് ചെയ്യണം. അടുത്ത നമ്മുടെ ഡിപ്രീസിയേഷൻ ആണ് 31 ഡിസംബർ 2021. എന്താ എൻട്രി? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു മെഷീനറി. ഫസ്റ്റ് ഇയർ എമൗണ്ട് 4,500 ആണ് കേട്ടോ. ഫോർ 6 months അല്ലേ. മെഷീനറി 4,500. നെക്സ്റ്റ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോകുന്ന എൻട്രി ആണ്. അത് സെയിം എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഡിപ്രീസിയേഷൻ. ഓർക്കുന്നത് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പഠിച്ചല്ലേ, ഡെബിറ്റ് സൈഡിൽ അല്ലേ ഇത് ഡിപ്രീസിയേഷൻ. അപ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഡിപ്രീസിയേഷൻ കേട്ടോ. 3 മാർക്കിന്റെ എൻട്രി ചെയ്യുന്നത്. സോ 3 എൻട്രി ഉണ്ടായിരിക്കും. ഈ സെയിം എമൗണ്ടിന് ചെയ്താ 4,500. മക്കൾ അപ്പൊ ജേണൽ എൻട്രി എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച എല്ലാവരും ഈ വട്ട എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. നന്നായിട്ട് പഠിച്ചിട്ട് പോവാ കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് ഞാനേഷൻ വേണം കേട്ടോ. ഇത് പർച്ചേസ് മെഷർ എഴുതാം. ഇത് പർച്ചേസ് മെഷർ, ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആണെങ്കിൽ എഴുതാം. പിന്നെ ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. യെസ്. അപ്പൊ നരേഷൻ എഴുതാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇത് അറിയാവുന്നവരൊക്കെ ഇതൊക്കെ എഴുതിയാൽ മതി. എന്തെങ്കിലുമൊക്കെ എഴുതാം. ബ്രാക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ബ്രാക്കറ്റ് പോലെ അല്ലേ. അറബിയൊക്കെ എഴുതാം കേട്ടോ. അറബി പോലെയൊക്കെ എഴുതാം. എല്ലാവർക്കും ഓക്കെ അല്ലേ? അറബി എഴുതരുത്, അറബി പോലെ ഇംഗ്ലീഷ് എഴുതുക കേട്ടോ. അതിന് പ്രത്യേക ക്ലാസ് ഉണ്ട്. ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് നമ്മുടെ തിയറി ഡിഫറൻസ് ചോദിക്കാം. സാറേ നെക്സ്റ്റ് കാണിച്ചോ. റിസർവും പ്രൊവിഷൻ കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ് റിസർവും പ്രൊവിഷൻ. ഒരു 2-3 ഡിഫറൻസ് ഞാൻ ചോദിക്കാറുണ്ട്. മക്കളെ ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഡിഫറൻസ് ചോദിക്കാറില്ലേ? അതേപോലെ തന്നെ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ്. സാറേ പറഞ്ഞ റിസർവ് വൺ വേർഡ് ചോദിക്കാണ് കേട്ടോ. റിസർവ് അറിയാലോ എന്താ, നമുക്ക് ഫ്യൂച്ചറിൽ അല്ലെ ഒരു അൺനോൺ ലൈബിലിറ്റി ഉണ്ടാവും. അപ്പൊ ആ അൺനോൺ ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ട് ആണ് റിസർവ് കേട്ടോ. അതായത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് കേട്ടോ. പ്രോഫിറ്റ് നിന്ന് നീക്കി വെക്കുന്ന എമൗണ്ട് ആണ് റിസർവ്. പക്ഷേ പ്രൊവിഷൻ എന്ന് അറിയുമ്പോൾ അതെന്താണ്? നോൺ ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ് നമ്മുടെ പ്രൊവിഷൻ കേട്ടോ. അപ്പോ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് റിസർവ്, ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ് പ്രൊവിഷൻ. ഡിഫറൻസ് കിട്ടിയില്ലേ? അപ്പൊ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മീറ്റ് ഫോർ എന്താണ്? അൺനോൺ കണ്ടിജൻസി, അൺഫോർസീൻ കണ്ടിജൻസി എന്നൊക്കെ പറയാം കേട്ടോ. പ്രൊവിഷൻ ആണെങ്കിൽ ടു മീറ്റ് നോൺ. മിഥുനെ മാർക്ക് കിട്ടും, പബ്ലിക് എക്സാമിന് മാർക്ക് കിട്ടും. പക്ഷെ അതൊരു മെയിൻ പോയിന്റ് ആണത് കേട്ടോ. റിസർവ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രൊവിഷൻ ആണെങ്കിലോ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ആ രണ്ട് ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഡിവിഡന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാൻ സാധിക്കും. മറ്റൊരാൾ ഡിവിഡന്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു 3 ഡിഫറൻസ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. 3 ഡിഫറൻസ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. മക്കളെ റിസർവ് എത്ര ടൈപ്സ് ഓഫ് റിസർവ് ഉണ്ട്? റവന്യൂ റിസർവ് ഉണ്ട്, ക്യാപിറ്റൽ റിസർവ് ഉണ്ട്. റവന്യൂ റിസർവ് ഉണ്ട്, ക്യാപിറ്റൽ റിസർവ് ഉണ്ട്. റവന്യൂ പ്രോഫിറ്റ് ഇത് മാറ്റി വെക്കുന്ന റിസർവ് ആണ് റവന്യൂ റിസർവ്. ഓർത്ത് വെച്ചോ, പ്രോഫിറ്റ് എന്താണ്?
കോൺട്രിബ്യൂട്ടഡ് ഔട്ട് ഓഫ് ഡാഷ് പ്രോഫിറ്റ്. ഏതാണ്? റവന്യൂ പ്രോഫിറ്റ്. റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന റിസർവ് ആണ് റവന്യൂ റിസർവ്. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന റിസർവ് ആണ് ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് പറയുന്നത് അറിയോ? ഈ അസറ്റ് ഒക്കെ സെയിൽ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് ആണ് അസറ്റ്. അപ്പൊ ഈ ക്യാപിറ്റൽ ഗുഡ്സ് ആയ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ആ ക്യാപിറ്റൽ പ്രോഫിറ്റ് എമൗണ്ട് മാറ്റി വെച്ചാൽ അതാണ് ക്യാപിറ്റൽ റിസർവ്. ഡാഷ് പ്രോഫിറ്റ് ഈസ് നോട്ട് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത റിസർവ് ഏതാണ്? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഏതാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത പറയാ സീക്രട്ട് ആയിരിക്കും അല്ലേ? അത് അപ്പൊ സീക്രട്ട് റിസർവ് ആണ്. സീക്രട്ട് റിസർവ് ഓർത്ത് വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ബാങ്ക് നമ്മുടെ കമ്പനിയുടെ പാസ്ബുക്കും കമ്പനിയുടെ ക്യാഷ് ബുക്കും ബാങ്കിലെ പാസ്ബുക്കും തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കറക്റ്റ് ചെയ്യണം. അപ്പൊ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ കേട്ടോ. ബാങ്ക് റീകൺസിലിയേഷൻ ആരെ പ്രിപ്പയർ ചെയ്യാം? നമുക്ക് ഡെപ്പോസിറ്റർ പ്രിപ്പയർ ചെയ്യാം, അക്കൗണ്ട് ഹോൾഡർ അല്ലെങ്കിൽ കസ്റ്റമർ. അപ്പൊ ഡെപ്പോസിറ്റർ ഓർ അക്കൗണ്ട് ഹോൾഡർ ഓർ കസ്റ്റമർ അവരാണ് എന്ത് ചെയ്യുക, ബാങ്ക് റീകൺസിലിയേഷൻ പ്രിപ്പയർ ചെയ്യാറുള്ള കേട്ടോ. അത് നീട് ചോദിക്കും ചിലപ്പോൾ. ബാങ്ക് റീകൺസിലിയേഷൻ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് ചോദിക്കും. മക്കളെ 2 പോയിന്റ് പഠിച്ചു വെക്കുക. റീകൺസിലിയേഷൻ ഓഫ് ക്യാഷ് ബുക്ക് ബാലൻസ് വിത്ത് പാസ്ബുക്ക് ബാലൻസ് അല്ലെ. ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും റീകൺസിൽ ചെയ്യാനാണ്. കമ്പനിയുടെ കയ്യിലുള്ളതാണ് ക്യാഷ് ബുക്ക്, ബാങ്കിന്റെ കയ്യിലുള്ളതാണ് പാസ്ബുക്ക്. രണ്ടിന്റെയും ബാലൻസ് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് റീകൺസിൽ ചെയ്യാം. 2 ടു ഐഡന്റിഫൈ ദ റീസൺ ഫോർ ദ ഡിഫറൻസ്. ഈ ക്യാഷ് ബുക്ക് പാസ്ബുക്കിന് ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ തിരിച്ചറിയാനും നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. അപ്പൊ നീഡ് ചോദിക്കുകയാണെങ്കിൽ ഇത് 2 എഴുതി വെക്കാം കേട്ടോ. തിയറി ഡെഫിനിഷൻ ചോദിച്ചാൽ ഇതന്നെ എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ ആണോ മക്കളെ? കൈശിക്ക് എല്ലാവരും 2 ഉത്തരം കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ആസ് ഷോൺ ബൈ പാസ്ബുക്ക് ഇംപ്ലൈസ്? ഇപ്പൊ ക്യാഷ് ബുക്ക് പാസ്ബുക്ക് എന്ന് പറഞ്ഞേക്കാം സാറേ. നോർമലി നമ്മുടെ ക്യാഷ് ബുക്കിലെ എന്ത് ബാലൻസ് ആയിരിക്കും? പൈസ ഉണ്ടെങ്കിൽ ഫേവറബിൾ അൺഫേവറബിൾ സാറേ. ക്യാഷ് ബുക്കിലെ നോർമലി എന്ത് ബാലൻസ് സാറേ? ക്യാഷ് ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് കേട്ടോ. ക്യാഷ് ബുക്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് ഫേവറബിൾ എന്നാണ് അതിന് പറയാം. ഫേവറബിൾ ബാലൻസ് എന്താണ്? ക്യാഷ് ബുക്കിൽ ഡെബിറ്റും പാസ്ബുക്കിൽ എന്തായിരിക്കും? ക്രെഡിറ്റും ആണ്. പാസ്ബുക്കിൽ ക്രെഡിറ്റും ആയിരിക്കും. നേരെ തിരിച്ചു വന്നാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കാം? അൺഫേവറബിൾ ബാലൻസ്. അതായത് ക്യാഷ് ബുക്കിൽ എന്ത് വരാം? ക്രെഡിറ്റ് ബാലൻസ് വരാം, പാസ്ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് വരാം. അത് അൺഫേവറബിൾ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം. അൺഫേവറബിൾ ഓർ നെഗറ്റീവ് ബാലൻസ് പറയാം, അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം. അപ്പൊ എക്സാമിന് ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് മീൻസ്. ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് മീൻസ് എന്താണ് അർത്ഥം? എന്തായാലും ഉത്തരം സാന്ദ്ര? ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് എന്തിനർത്ഥമാണ്? എന്തിന് ഈക്വലാ? ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. മക്കളെ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ആണ്. അതുപോലെ പാസ്ബുക്കിൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ആണ്. നേരെ ഓപ്പോസിറ്റ് വന്നാലാണ് എന്താവുക? അതിന് വേറൊരു പേരാണ് എന്ത്? അപ്പൊ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് മീൻസ് എന്താ? ശ്രദ്ധിക്കടാ, ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇതെന്തെങ്കിലും ഉണ്ടോ? ഒന്നുകൂടി പറയാം. ട്രൈ ചെയ്തു. ഡെബിറ്റ് ബാലൻസ് വന്നാൽ ബാലൻസ് വന്നാൽ എന്താർത്ഥം? ഉറപ്പല്ലേ? മാറ്റണ്ട. അതല്ലേ ഞാൻ ചോദിച്ചോണ്ടിരിക്കണേ. ഡെബിറ്റ് ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് എന്ന് പറഞ്ഞ ഫേവറബിൾ എന്നല്ലേ അർത്ഥം? പിന്നെ അൺഫേവറബിൾ എന്ന് പറഞ്ഞേ എപ്പോഴും ഓപ്പോസിറ്റ് എപ്പോഴും പറയരുത് കേട്ടോ. എടാ അപ്പൊ ഫേവറബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ വേറൊരു മീനിങ് പറയാലോ. എന്താ? ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ആണെങ്കിൽ അത് എന്തിനർത്ഥമാ? പാസ്ബുക്കില്. അതാണ് ഇവിടെ എക്സാമിൽ ചോദിച്ചത്. ഓപ്ഷനിൽ ഉണ്ടാകും ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് മീൻസ്. ഓപ്ഷനിൽ ഇതായിരുന്നു ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. കത്തിയാ? അത് ഓവർ ഡ്രാഫ്റ്റ് എഴുതരുത്. ഓപ്ഷനിൽ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, എഴുതരുത്. കത്തിയാ നമ്മൾ എല്ലാവർക്കും മാറിപ്പോവരുത് കേട്ടോ. എക്സാമിന് ഉണ്ടായിരുന്നു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് മീൻസ് എന്താ സാറേ? ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അതാണ് ഉത്തരം കേട്ടോ. ഓക്കെ ആണോ? പിന്നെ ക്ലിയർ ആയോ? യെസ്. ഈ വട്ട എക്സാമിന് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിനകത്ത് ഓവർ ഡ്രാഫ്റ്റ് എന്നൊക്കെ ഉണ്ട്. അതൊന്നും എഴുതരുത് കേട്ടോ. നിങ്ങൾ തെറ്റിക്കാനാണ് അതൊക്കെ തരുന്നത്. നന്നായിട്ട് പഠിച്ചിട്ട് പോകാം. ഈ വർഷം ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ചോദിക്കാം. അല്ല, ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ചോദിക്കാം. ചോദിക്കാം, മാറി ചോദിക്കാം. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് അനുഷ്ക എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത്
ഇങ്ങനെ വന്നാൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ചിലപ്പോൾ എക്സാം 5 മാർക്കിന് പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഇങ്ങനെ തരാം, ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അപ്പൊ അത് ഓവർ ഡ്രാഫ്റ്റിന്റെ പ്രോബ്ലം ആണ് കേട്ടോ. അപ്പൊ ഓവർ ഡ്രാഫ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയൂല, ചിലപ്പോൾ ഈ ബാലൻസ് വരും, അപ്പൊ അത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഓക്കെ ആണോ? കൈവീശിക്ക് എല്ലാവരും. ഞാൻ അടുത്തത് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ, കോസ്റ്റ് ഓഫ് ഡിഫറൻസ് എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോസസ് ഓഫ് ഡിഫറൻസ് ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. പല കുട്ടികളും ക്യാഷ് ബുക്കും പാസ്ബുക്കും ഡിഫറൻസ് ചെയ്തിരിക്കും കോളറച്ച്. അത് പക്ഷെ അറിയില്ലേ, നമുക്ക് അങ്ങനെ എഴുതരുത് കേട്ടോ. ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഇങ്ങനെ ഡിഫറൻസ് വരാനുള്ള കാരണങ്ങളാണ് ചോദിച്ചേക്കണേ. അപ്പൊ ആ ക്വസ്റ്റ്യൻ തന്നെ കത്തി വെക്കാം. നമുക്ക് വേറൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, ബാങ്ക് റീകൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിലെ എമൗണ്ട് മാറ്റിയിട്ട്, എമൗണ്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എമൗണ്ട് വേണമെന്നില്ല, മാറ്റിയിട്ട് അധികം മാറ്റാതെ എഴുതിയാൽ കുഴപ്പമില്ല കേട്ടോ. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബാങ്ക്, പിന്നെ ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക്, ഇലക്ട്രിസിറ്റി ബില്ല് പെയ്ഡ് ബൈ ബാങ്ക്, ബിൽ ഡിസോണേഡ്, വേണമെങ്കിൽ എഴുതാം കേട്ടോ. ചെക്ക് ഡിസോണേഡ്, എല്ലാ ട്രാൻസാക്ഷനും കൂടെ ബാങ്കിൽ ട്രാൻസാക്ഷൻ എഴുതിക്കും. അപ്പൊ ഈ കോസസ് ഓഫ് ഡിഫറൻസിന് പകരം ചിലപ്പോൾ ഡിസ്എഗ്രിമെന്റ് എന്ന് ചോദിക്കാം കേട്ടോ. കോസസിന് പകരം ചിലപ്പോൾ ഈ ഒരു വേർഡ് ആയിരിക്കും ചോദിക്കുക, ഡിസ്എഗ്രിമെന്റ് എന്ന് ചോദിച്ചാൽ സെയിം തന്നെയാണ്. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഈശ്വൻ കാണിച്ച എല്ലാവരും ഇങ്ങനെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ തന്നിട്ട് അത് എന്ത് മീൻ ചെയ്യുന്നു അല്ലെ. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് എന്തിന് കാരണമാകും? ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാൻ കാരണമാകോ, അത് ക്യാഷ് ബുക്ക് ബാലൻസ് കൂടാൻ കാരണമാകോ, അത് നോ ചേഞ്ച് ഇൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആണോ, നൺ ഓഫ് ദിസ് ആണോ? നമുക്ക് നോക്കാം. ചെക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ചെക്ക്, ഇത് ക്യാഷ് ബുക്ക് ബാലൻസ് ആണ്. അപ്പൊ ക്യാഷ് ബുക്ക് നോക്കാം കേട്ടോ. സ്റ്റാർട്ട് വിത്ത് ക്യാഷ് ബുക്ക് അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ ഒരിടത്ത് വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ചെക്ക് ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ ചെക്ക് ഒരാൾക്ക് കൊടുത്തതല്ലേ, മക്കളെ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ചെക്ക് കൊടുത്തു. ചെക്ക് ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് കൊടുത്തു, അല്ലാതെ ചെക്ക് പെയ്ഡ് എന്നോ ചെക്ക് ഡെപ്പോസിറ്റഡ് എന്നോ പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ കയ്യിലോട്ട് കിട്ടിയ ചെക്ക് നമ്മള് ബാങ്കിൽ കൊടുത്തു. മാറിപ്പോവരുത് കേട്ടോ. ഓക്കെ ആണോ? ചെക്ക് ഇഷ്യൂഡ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ പുറത്തൊരാൾക്ക് നമ്മുടെ ചെക്ക് കൊടുത്തത് കേട്ടോ. ഓക്കെ ആണോ? ചെക്ക് എഴുതി കൊടുത്തു ഉദ്ദേശിച്ചാൽ മതി. അപ്പൊ നമ്മൾ ചെക്ക് കൊടുക്കുമ്പോ നമ്മുടെ കയ്യിലെ പൈസ കൂടുക കുറയും സാറേ? കുറയും. നമ്മുടെ കയ്യിലെ പൈസ കുറയില്ലേ? നമ്മുടെ കയ്യിലുള്ള ബുക്ക് ഏതാ? ക്യാഷ് ബുക്ക് ആണ്. അപ്പൊ ഇങ്ങനെ പിടിച്ചെല്ലാവരും, ഇത് ക്യാഷ് ബുക്ക് ആണ്, ഇത് പാസ്ബുക്ക് ആണ്. അപ്പൊ ക്യാഷ് ബുക്കിൽ പൈസ കുറയും ആണെങ്കിൽ അത് കൈശി കാണിച്ച എല്ലാവരും, നമ്മുടെ കയ്യിൽ നിന്ന് ചെക്ക് പോയില്ലേ, നമ്മുടെ ചെക്ക് ഒരാൾക്ക് കൊടുത്തില്ലേ, അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി. അപ്പൊ നമ്മൾ ഓടിപ്പോയിട്ട് നമ്മുടെ ബുക്കിൽ കുറച്ച് വെക്കും അല്ലെ. നമ്മുടെ കയ്യിലുള്ള ബുക്ക് ഏതാ? ക്യാഷ് ബുക്ക്. ബാങ്കിന്റെ കയ്യിലുള്ള ബുക്ക് ഏതാ? പാസ്ബുക്ക്. അപ്പൊ നമ്മൾ ഓടിപ്പോയിട്ട് ചെക്ക് കൊടുക്കുമ്പോ ക്യാഷ് ബുക്കിൽ കുറച്ച് വെക്കും. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ഡിക്രീസ് ഇൻ ക്യാഷ് ബുക്ക് ബാലൻസ്. ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ചേ, ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞു. ചിലപ്പോ ഈ ഓപ്ഷൻ ഇങ്ങനെയാണെങ്കിലോ ആഡഡ്, ചിലപ്പോ സബ്ട്രാക്ട് ആണോ ആഡ് ആണോ ചോദിക്കാം. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ക്യാഷ് ബുക്കിൽ കൂട്ടാ ചെയ്യണ്ടേ. ഈ ഒരു ട്രാൻസാക്ഷൻ വന്നാൽ ക്യാഷ് ബുക്കിൽ കുറഞ്ഞിരിക്കല്ലേ, അപ്പൊ ക്യാഷ് ബുക്കിൽ കൂട്ടണം. അങ്ങനെ കത്തിയ മക്കളെ ക്ലിയർ ആയോ? ക്വസ്റ്റ്യന്റെ മീനിങ് നന്നായി മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തൊരു പ്രോബ്ലം ചെയ്താൽ ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ബാലൻസ് ആസ് പെർ പാസ്ബുക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. യെസ്, ഞാൻ പ്ലസ് എഴുതുന്നുണ്ട്, മൈനസ്. യെസ്, ബാലൻസ് നമുക്ക് ഡെബിറ്റ് എന്നോ ക്രെഡിറ്റ് എന്നോ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം നമുക്ക് ഫേവറബിൾ ബാലൻസ് എന്നാണ് അർത്ഥം. സോ നമ്മൾ എന്ത് ചെയ്യാം? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ്. അപ്പൊ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെ എഴുതാം? പ്ലസ്സിൽ എഴുതാം കേട്ടോ. അത് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാലും പാസ്ബുക്ക് എന്ന് പറഞ്ഞാലും അത് പ്ലസ്സിൽ തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ ആണെങ്കിൽ കൈവശി കാണിച്ച എല്ലാവരും, കൈവശിക്കെല്ലാവരും. യെസ്, ഓവർ ഡ്രാഫ്റ്റ് വരുമ്പോൾ മാത്രമേ നമ്മൾ മൈനസിൽ എഴുതുള്ളൂ, അല്ലെങ്കിൽ പ്ലസ്സിലാണ് എഴുതേണ്ടത്. ഓക്കെ, നഹ എന്താ ഡൗട്ട്? ചെക്ക് ഇഷ്യൂഡ്, എന്തുവാ ഏതാണ്? അത് നോക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ മോനെ, അവിടെ വെയിറ്റ് ചെയ്യൂ. ഓക്കേടാ, അത് നാളെ പറഞ്ഞുതരാം, മോർണിംഗിൽ കയറിയാൽ മതി കേട്ടോ. ചെക്ക് പറഞ്ഞുതരാം കേട്ടോ നഹ, അല്ലെങ്കിൽ തീരത്തിലിടാ കേട്ടോ. യെസ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് നമ്മൾ ഒരാൾക്ക് കൊടുത്തു, അല്ലെ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞെന്താ? ചെക്ക് കൊടുത്തു എന്നാണ്. അപ്പൊ നമ്മുടെ കയ്യിലെ പൈസ കുറയില്ലേ. നമ്മുടെ ബുക്ക് ഏതാ മക്കളെ? പിടിച്ചെല്ലാവരും, നമ്മുടെ ബുക്ക് ഏതാ? നമ്മുടെ ബുക്ക് ഏതാ? ക്യാഷ് ബുക്ക് ആണല്ലേ. അപ്പൊ ക്യാഷ് ബുക്കിൽ കുറഞ്ഞു. സെറ്റ് അല്ലേ? നമ്മൾ എന്ത് വെച്ച പ്രോബ്ലം ചെയ്യണേ? നമ്മൾ പാസ്ബുക്ക് വെച്ചല്ലേ പ്രോബ്ലം ചെയ്യണേ. നമ്മൾ പാസ്ബുക്ക് വെച്ചല്ലേ ചെയ്യണേ. അപ്പൊ ക്യാഷ് ബുക്കിൽ കുറഞ്ഞിരിക്കല്ലേ. നമ്മൾ പാസ്ബുക്കിൽ എന്ത് ചെയ്യണമെന്ന് നോക്കണ്ടേ? പാസ്ബുക്ക് വെച്ചല്ലേ പ്രോബ്ലം ചെയ്യണേ. അപ്പൊ പാസ്ബുക്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 2 ഈക്വൽ ആക്കാൻ പാസ്ബുക്കിൽ കുറയ്ക്കണം.
ഓക്കെ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും യെസ്. അപ്പൊ അത് കുറയ്ക്കണം. ചെക്ക് ഇഷ്യൂഡ് അത് മൈനസ് ചെയ്യണം കേട്ടോ. യെസ്, ഞാൻ ഫുൾ എഴുതുന്നില്ല. 1000 rupees മൈനസ്. അടുത്ത ഇലക്ട്രിസിറ്റി ബില്ല് പെയ്ഡ് ബൈ ബാങ്ക്. എന്താ അതിന്റെ അർത്ഥം? ഇലക്ട്രിസിറ്റി ബില്ല് ബാങ്ക് അടച്ചു. അപ്പൊ ബാങ്ക് അടയ്ക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തല്ലേ അടയ്ക്കുക. അപ്പൊ ഇവിടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും അല്ലെ. അപ്പൊ ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് റിലേറ്റഡ് ടു പാസ്ബുക്ക് ആണ്. അപ്പോ ബാങ്കിൽ നിന്ന് പൈസ പോയി എന്ന് പറഞ്ഞാൽ പാസ്ബുക്കിൽ നിന്ന് പോയി എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും പിടിച്ചേ. അപ്പൊ എവിടെ പൈസ കുറഞ്ഞു? എവിടെന്ന പൈസ പോയി? എവിടെ പൈസ കുറഞ്ഞു? എന്നിട്ട് ട്രൈ നോക്കി. എവിടെ പൈസ കുറഞ്ഞു? പാസ്ബുക്കിൽ കുറഞ്ഞു. ബാങ്കിൽ പോവാന്ന് പറഞ്ഞാൽ പാസ്ബുക്കിൽ കുറഞ്ഞു. നമ്മൾ പാസ്ബുക്ക് വെച്ചല്ലേ പ്രോബ്ലം ചെയ്യണേ അല്ലേ? അപ്പൊ പാസ്ബുക്കിൽ എന്ത് ചെയ്യണം? ഈക്വൽ ആക്കാൻ പാസ്ബുക്കില് കൂട്ടണം. ക്ലിയർ ആണെങ്കിൽ അത് കൈവശി കാണിച്ച എല്ലാവരും ഇവിടെ കുറെ വട്ടം ചെയ്തിട്ടുണ്ട്. ബാങ്ക് റീകൺസിലേഷൻ, ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ കൂട്ടണം, പ്ലസ് ചെയ്യണം. ഓക്കെ അല്ലെ? നെക്സ്റ്റ് ചെക്ക് ഡിസോർഡർ. മക്കള് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് കയറ്റാം കേട്ടോ. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ കുറഞ്ഞു. മനസ്സിലേക്ക് കയറ്റിക്കോ. ബാങ്കിൽ കുറഞ്ഞു. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ഓടിയിട്ടുണ്ട്. ബാങ്കിൽ കുറഞ്ഞു. ചെക്ക് കൊടുത്ത് ക്യാൻസൽ ആയിപ്പോയി. ബാങ്കിൽ കുറഞ്ഞു. ഏത് ബുക്കിൽ കുറയും? ബാങ്കിൽ കുറയെന്ന് പറഞ്ഞാൽ പാസ്ബുക്കിൽ കുറയും. സോ പാസ്ബുക്കിൽ എന്ത് ചെയ്യണം? നമ്മള് 2 ഈക്വലാക്കാൻ പാസ്ബുക്കിൽ എന്ത് ചെയ്യണം? കൂട്ടണം. ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും സെറ്റ്. ചെക്ക് ഡിസോർഡർ കൂട്ടണം കേട്ടോ. എത്ര എമൗണ്ട്? 800. നെക്സ്റ്റ് ബാങ്ക് ചാർജസ്. മക്കളെ ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞാൽ ബാങ്ക് എടുക്കുന്ന പൈസ. ബാങ്ക് ചാർജ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കും അല്ലെ. അപ്പൊ എവിടെ പൈസ പോവും? അഫ്രീനെ, ബാങ്ക് ചാർജ് ബാങ്ക് അല്ലേ എടുക്കുക അഫ്രീനെ. അപ്പൊ ബാങ്ക് ചാർജ് ബാങ്ക് എടുക്കുമ്പോൾ എവിടെയാടാ പൈസ കുറയാ? പാസ്ബുക്കിൽ കുറയും. നമ്മൾ എന്ത് വെച്ച പ്രോബ്ലം ചെയ്യണേ? അപ്പൊ എന്ത് ചെയ്യണം? പാസ്ബുക്കില്. വെരി ഗുഡ്, മിടുക്കി. ബാങ്ക് ചാർജ് അപ്പൊ കൂട്ടണം. 200 ബാലൻസ് ചെയ്യാം കേട്ടോ. മക്കളെ ഇത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പവഴി പറഞ്ഞിട്ടുണ്ട്. 3 മാർക്ക് വാങ്ങാൻ എളുപ്പവഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇത് കൂട്ടുക. 12,800, 13,800, 14,800 വരും അല്ലേ സാറേ? 14,800 വരും. 14,800 1000 കുറച്ചാൽ 13,800 ആണ് ബാലൻസിങ് ഫിഗർ വരിക. ഇത് നമ്മൾ എന്തെന്ന് പറയുക? കറക്റ്റ് അല്ലേ? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. മക്കളെ പാസ്ബുക്ക് വെച്ചാണ് ചെയ്യണമെങ്കിൽ ആൻസർ എന്താ കിട്ടുക? പാസ്ബുക്ക്. ഇവിടെ എടുത്ത് എഴുതണം കേട്ടോ മക്കളെ. മാറിപ്പോരുത്. എവിടെയാണോ കുറവുള്ളത് അവിടെ വേണം എഴുതാൻ കേട്ടോ. അപ്പൊ ഫുൾ മാർക്ക് സെറ്റ് ആണ്. അപ്പൊ ഇത് അറിയാത്തവരുണ്ടോ? അഫിനെ അറിയാതാണോ? അറിഞ്ഞൂടെ? ഡൗട്ട് ആണോ? ചോദിച്ചു. ഏം ചോദിച്ചു? ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ കുറഞ്ഞില്ല. അപ്പൊ പാസ്ബുക്കിൽ കുറഞ്ഞു. അപ്പൊ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ കുറയ്ക്കണം. ഓക്കെ മക്കളെ, ഇത് അറിയാത്തവരാണെങ്കിൽ 3 മാർക്ക് വാങ്ങാൻ എളുപ്പവഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് പ്ലസ്സിൽ എഴുതാം. ഏതെങ്കിലും ഒരു 3 പ്ലസ് ഉണ്ടാവുമല്ലോ. സോ അതിന് ഓരോ മാർക്ക് വെച്ച് 3 മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ ആണോ? കൈവശി കാണിച്ചേ. എല്ലാം നിങ്ങൾ പ്ലസ്സിൽ എഴുതുക. പ്ലസ്സിൽ എഴുതിയാല് ഏതെങ്കിലും എന്തായാലും 3 പ്ലസ്സിൽ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോ ഓവർ ഡ്രാഫ്റ്റിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾ മൈനസിൽ എഴുതിയാൽ മതി കേട്ടോ. കാരണം ബാലൻസ് മൈനസിലല്ലേ വരിക. അപ്പൊ അത് ഓർത്ത് വെക്കുക. അപ്പൊ പ്ലസ്സിൽ എല്ലാം കൂടി എഴുതാം, അല്ലെങ്കിൽ മൈനസിൽ എല്ലാം കൂടി എഴുതാം. എന്തായാലും 1, 2, 3 പ്ലസ്സിലോ മൈനസിലോ ഉണ്ടാവും. അപ്പൊ ആ ഓരോ മാർക്ക് നിങ്ങൾക്ക് ഓരോ മാർക്ക് വെച്ച് കിട്ടും. ഓക്കെ ആണോ? ഒന്നും അറിയാത്തവരോടാണ് ഞാൻ പറയണേ കേട്ടോ. അറിയാവുന്നവർ ഇത് വെച്ച് തന്നെ ചെയ്യുക. ഫുൾ മാർക്ക് മേടിക്കുക കേട്ടോ. എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കൈശിക്ക് എല്ലാവരും ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്തൊരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഓടി പറഞ്ഞതാണ്. ഇതിന് ആൻസർ ആര് പറയും? ഡെബിറ്റ് ബാലൻസ് ഇൻ ദ ക്യാഷ് ബുക്ക് മീൻസ് എന്താ ഇതിന് ആൻസർ? സാന്ദ്ര തന്നെ പറഞ്ഞു. സാന്ദ്ര പെട്ടു. കേറണ്ടായിരുന്നു. നാളെ രാവിലെ കയറണ്ട. ഡെബിറ്റ് ബാലൻസ് ഇൻ ദ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് എന്താടാ? ഫേവറബിൾ നമുക്ക് പറയാം. അല്ലെങ്കിലോ ഫേവറബിൾ എന്ന് പറഞ്ഞ പിന്നെ അൺഫേവറബിൾ എന്ന് പറയൂ? ബാലൻസ് ആസ് പെർ ക്രെഡിറ്റ് ക്യാഷ് ബുക്ക് നോക്കുമ്പോ എന്ത് പറയും? ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ക്വസ്റ്റ്യൻ അറിയാം, പക്ഷെ എന്ത് ചെയ്യുന്ന അറിയാം? മാറിപ്പോൾ അങ്ങോട്ട് അല്ലേ? അതങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷൻ പറഞ്ഞ സാന്ദ്ര. അത് നന്നായി പഠിക്കണം. ഒത്തിരി ചെയ്ത് പഠിക്കാം കേട്ടോ. ഒന്ന് അക്കൗണ്ടൻസിൽ ഒന്ന് സ്നേഹിച്ചു നോക്കി. അക്കൗണ്ടൻസിന് ഇഷ്ടമല്ല അതുകൊണ്ട് സാന്ദ്രക്ക് അല്ലേ? ഒട്ടും ഇഷ്ടമല്ലല്ലോ. ഒട്ടും ഇഷ്ടമല്ല ഈ സബ്ജക്ട്. അതാണ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ എനിക്ക് കിട്ടില്ല സാറേ. അങ്ങനെ മനസ്സിലേക്ക് കയറ്റേക്കാണ്. പിന്നെ എത്ര ചെയ്താലും കിട്ടത്തില്ല. അങ്ങനെ വിചാരിക്കില്ല എനിക്ക് കിട്ടും, എനിക്ക് മാർക്ക് വാങ്ങണം, അങ്ങനെ ചിന്തിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക കേട്ടോ സാന്ദ്ര. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഈ വട്ടം നല്ല മാർക്ക് ഉണ്ടാവും അക്കൗണ്ടൻസി കേട്ടോ. നന്നായി പഠിച്ചു പോവാ. നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുക. എന്താ അച്ഛൻ പറയുന്നില്ല?
അച്ഛൻ എന്താ പറഞ്ഞു പോയാ? ഓക്കെ ഓക്കെ ശരി. സാന്ദ്ര നന്നായി ചെയ്ത് പഠിക്കാം കേട്ടോ, സെറ്റ് ആക്കാം നമുക്ക്. ഓക്കേടാ ഓക്കെ. എല്ലാരും കൂടി ഇട്ടാ പലരും രൂപയൊക്കെ കുറെ തെറ്റിച്ച് വെച്ചിട്ടുണ്ട് ഈ വട്ട എക്സാമിന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. മക്കളെ ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാൽ അത് എന്താ അർത്ഥം? ഒരാളെ വിളിച്ചേ സാറേ, നിയമം ഒന്ന് പറഞ്ഞേടാ. ക്യാഷ് ബുക്കില് ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാൽ നമുക്കത് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ? ഓവർ ഡ്രാഫ്റ്റ്. വെരി ഗുഡ് മിടുക്കി. മക്കളെ ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാല് അത് ഓവർ ഡ്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പ്ലസ്സിലല്ല ബാലൻസ് ചെയ്തണ്ടേ, അങ്ങനെയും ചോദിക്കാട്ടോ. ഓവർ ഡ്രാഫ്റ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയണമെന്നില്ല, അതിന് പകരം ബാലൻസ് സ്പെസിഫൈ ചെയ്ത് പറയും. അങ്ങനെ ബാലൻസ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾ അത് മൈനസിൽ വേണം എഴുതാനായിട്ട്. സോ ഇവിടുത്തെ ആൻസറിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? യെസ്, പ്ലസും മൈനസും കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ബാലൻസ് നിങ്ങൾ എവിടെ കൊണ്ട് എഴുതണം? മൈനസിൽ എഴുതണം. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ലേ? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അത് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ? സോ ഇവിടെ വേണം മൈനസിൽ വേണം എഴുതാൻ, നെഗറ്റീവ് ബാലൻസ് ആണ്. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് എല്ലാവരും ക്ലിയർ അല്ലേ? കാരണം ക്രെഡിറ്റ് ബാലൻസ് ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ ആണ് അല്ലേ? ഓവർ ഡ്രാഫ്റ്റ് നെഗറ്റീവാ, അതുകൊണ്ട് ബാലൻസ് എഴുതുമ്പോൾ നിങ്ങൾ മൈനസിൽ വേണം എഴുതാൻ. ഓക്കെ ആണോ? കൈവശിക്ക് എല്ലാവരും. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞു മക്കളെ, ചെക്ക് ഡെപ്പോസിറ്റഡ് എന്നോ ചെക്ക് പെയ്ഡ് എന്നോ പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊടുത്തു. അപ്പൊ നമുക്ക് ചെക്ക് കിട്ടിയിട്ടല്ലേ ബാങ്കിൽ കൊടുത്തേ? അപ്പൊ നമുക്ക് ചെക്ക് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിലെ പൈസ കൂടും, അതായത് ക്യാഷ് ബുക്കിൽ കൂടും അല്ലേ? പക്ഷെ ബാങ്ക് എന്ത് ചെയ്തിട്ടില്ല? കളക്ട് ചെയ്തിട്ടില്ല. നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചല്ലേ ചെയ്യണേ? അപ്പൊ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ കുറയ്ക്കണം. അപ്പൊ ഇതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഈ 4000 രൂപ എന്താ ചെയ്യണ്ടേ? മൈനസ് ചെയ്യണം. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച എല്ലാവരും. യെസ്, ഡയറക്റ്റ് പേയ്മെന്റ് ബൈ എ കസ്റ്റമർ ടു ദ ബാങ്ക്. നമ്മുടെ ഒരു കസ്റ്റമറെ നേരിട്ട് ബാങ്കിലോട്ട് പൈസ ഇട്ടു, നേരിട്ട് ബാങ്കിലോട്ട് പൈസ ഇട്ടു. അപ്പൊ എവിടെ പൈസ വന്നു? എവിടെ പൈസ വന്നേ? സാർ ഒരാൾ വിളിച്ചേ, എവിടെ പൈസ വന്നേ? നേരിട്ട് ബാങ്കിലോട്ട് ഇട്ടു. അപ്പൊ എവിടെ പൈസ വന്നേടാ? അമർ എവിടെ പൈസ വന്നേടാ? എവിടെ പൈസ വന്നേ നേരിട്ട് ബാങ്കിലോട്ട് ഇടുമ്പോ? വേഗം പറയ്. ഹലോ ഒന്നും പറയണ്ടത് പറയ്. പാസ്ബുക്കിൽ. അപ്പൊ പാസ്ബുക്കിൽ കൂടി അല്ലേ? നമ്മൾ എന്ത് വെച്ച് ചെയ്യണേ? അപ്പൊ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കില് കൂട്ടണം. വെരി ഗുഡ്. അപ്പൊ 3200 രൂപ കൂട്ടണം. വെരി ഗുഡ്. അത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക്. ഇൻഷുറൻസ് പ്രീമിയം ബാങ്ക് അടയ്ക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ ഇൻഷുറൻസ് ബാങ്ക് അടച്ചു, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് അടച്ചു. അപ്പൊ ബാങ്കിൽ കുറഞ്ഞു അല്ലേ? ബാങ്കിൽ കുറയാന്ന് പറഞ്ഞാൽ പാസ്ബുക്കിൽ കുറഞ്ഞു. നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചല്ലേ ചെയ്യണം. അപ്പൊ ക്യാഷ് ബുക്കിൽ കുറയ്ക്കണം, 2000 റുപ്പീസ് കുറയ്ക്കണം. അടുത്ത ശ്രദ്ധിക്കുക മക്കളെ, ഈ ഓവർ ഡ്രാഫ്റ്റ് വരുമ്പോൾ ഈ ഒരു സാധനം വരാറുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ല, നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അല്ലാത്ത ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടുക. ഓവർ ഡ്രാഫ്റ്റിന്റെ പ്രോബ്ലം വരുമ്പോ ഇൻട്രസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകില്ലേ? അപ്പൊ എവിടെ കുറയും? പാസ്ബുക്കിൽ കുറയും. സോ നമ്മൾ ക്യാഷ് ബുക്കിൽ കുറയ്ക്കണം. അപ്പൊ 500 രൂപ നമ്മൾ കുറയ്ക്കണം, മൈനസിൽ എഴുതണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മൈനസിൽ വരുമ്പോൾ നിങ്ങൾ 3 എല്ലാം കൂടി മൈനസിൽ എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. സെറ്റ് ആയോ? എല്ലാവർക്കും ഓക്കെ ആയോ? പിന്നെ ഇത് ബാലൻസ് ചെയ്യാം കേട്ടോ. സെറ്റ് അല്ലേ? ഒന്ന് എനർജറ്റിക് ആയിട്ട് കൈശി കാണിച്ച് നോക്കട്ടെ. ഓക്കെ സാറേ, സെറ്റ്. അപ്പൊ അടുത്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? നെക്സ്റ്റ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ജസ്റ്റ് ഒന്ന് ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു പോയാലോ വേഗം? ജസ്റ്റ് ഒന്ന് നോക്കിക്കോ മക്കളെ, ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ആ ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷാലിംഗ് അല്ലേ, ആ സംഭവം കേട്ടോ. ഓർമ്മയുണ്ടല്ലോ, ലിക്വിഡിറ്റി ബേസിലും അതുപോലെ പെർമനൻസ്. ആ സംഭവം ഓർത്തിരിക്കുക, അല്ലാണ്ട് ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. നോക്കാം. അണ്ടർ ദ ലിക്വിഡിറ്റി അപ്രോച്ച്, അതായത് ഓൺ ദ ബേസ് ഓഫ് ലിക്വിഡിറ്റി കേട്ടോ. അപ്പൊ അണ്ടർ ദ ലിക്വിഡിറ്റി അപ്രോച്ച്, അസറ്റ്സ് വിച്ച് ആർ മോർ ലിക്വിഡ് ആർ പ്രസന്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദി ബാലൻസ് ഷീറ്റ്. എന്താ ബോട്ടം എന്ന് വെച്ചാൽ താഴെ അല്ലേ? ബാലൻസ് ഷീറ്റിന്റെ ഏറ്റവും താഴെ കാണിക്കുന്ന ഏതാണ്? ലിക്വിഡ് കേട്ടോ. ലിക്വിഡ് അസറ്റ് അറിയാലോ, പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ. അതായത് ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, അങ്ങനെയുള്ള അസറ്റ്സ് ആണ് ലിക്വിഡ് അസറ്റ്സ് കേട്ടോ, കറണ്ട് അസറ്റ്സ്. അതാണ് ഏറ്റവും താഴെ കാണിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ഈസ് ഇറ്റ് കറക്റ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. അത് ശരിയാണോ? മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതൊന്ന് തിരുത്തുക. നിങ്ങളുടെ ആൻസർ എന്നത് പറയുക കേട്ടോ. അപ്പൊ നോക്കിയാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 അപ്രോച്ച് ഉണ്ട്. അതൊക്കെയാണ് ഓൺ ദി ബേസ് ഓഫ് ലിക്വിഡിറ്റി ഉണ്ട്, ഓൺ ദി ബേസ് ഓഫ് പെർമനൻസും ഉണ്ട്. ലിക്വിഡിറ്റി നമ്മൾ എങ്ങനെ എഴുതുക? ആദ്യം കറണ്ട് അസറ്റ്സ്, താഴെ ഫിക്സ് അസറ്റ് അല്ലേ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്?
ഓൺ ദ ബേസ് ഓഫ് ലിക്വിഡിറ്റി അപ്രോച്ച് അസറ്റ്സ് വിച്ച് ആർ മോർ ലിക്വിഡ് ആർ പ്രസന്റ് അറ്റ് ദ ബോട്ടം ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇതിന് താഴെ കാണിക്കുന്നത്. അപ്പൊ ശരിയാണോ? അല്ല. ആണോ? അല്ലല്ലോ. നമ്മൾ അത് ഫസ്റ്റ് കാണിക്കുന്നത് ലിക്വിഡിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കാണിക്കുക അല്ലേ? ആദ്യം എന്ത് കാണിക്കും? ലിക്വിഡ് കാണിക്കും, താഴെ പെർമനന്റ് കാണിക്കും, ഫിക്സ്ഡ് കാണിക്കും. ഓക്കെ, അപ്പൊ എന്താണ്? തെറ്റാണ് കേട്ടോ. അപ്പൊ എന്താ കറക്റ്റ് എഴുതുക. എന്ത് എഴുതുക? ലിക്വിഡിറ്റി ബേസ് ആണെങ്കിൽ ആദ്യം കാണിക്കേണ്ടത് ലിക്വിഡ് അസറ്റ്സ് ആണ്, അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സ് ആണ്, താഴെയാണ് ഫിക്സ്ഡ് കാണിക്കേണ്ടത് കേട്ടോ. ഇനി ഇതാ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. റൈറ്റ് ദ ഫോളോയിങ് അസറ്റ്സ് ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. അങ്ങനെയാണെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന അസറ്റ്സ് എന്ത് ചെയ്യുക? ലിക്വിഡിറ്റിയുടെ ഓർഡറിൽ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക കേട്ടോ. അപ്പൊ ആദ്യം എന്ത് അസറ്റ് ചെയ്തിട്ടുണ്ട്? കറണ്ട് അസറ്റ്സ് ആദ്യം, താഴെ ഫിക്സ് അസറ്റ് കേട്ടോ. ക്യാഷ് ഇൻ ഹാൻഡ് എഴുതാം. ക്യാഷ് ഇൻ ഹാൻഡ്. നെക്സ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക് എഴുതാം. ക്യാഷ് അറ്റ് ബാങ്ക്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരില്ല. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റ് അല്ലേ? അത് അവസാനം എഴുതാൻ പറഞ്ഞു. ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിലല്ലേ എഴുതാൻ പറഞ്ഞേക്കണേ. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ആദ്യം എഴുതിയിട്ട് പിന്നെ വേണം ഫിക്സഡ് അസറ്റ് എഴുതാൻ. ഇത് ഞാൻ ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് എന്ന് പറയും. എക്സാമിന് ചോദിക്കട്ടെ, വാട്ട് ഈസ് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ്? ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് അറേഞ്ച്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ ടു വേസ് അല്ലേ? ഏതൊക്കെയാ? ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആൻഡ് ഓർഡർ ഓഫ് പെർമനൻസ്. ഓക്കെ ആണോ? എഴുതിക്ക് എല്ലാവരും. ക്യാഷ് അറ്റ് ബാങ്ക് എഴുതി. പിന്നെ ബിൽസ് റിസീവബിൾ, കറണ്ട് അസറ്റ് അല്ലേ? ബിൽസ് റിസീവബിൾ, ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. അതിനുശേഷം നമ്മൾ ഫിക്സഡ് അസറ്റ് എഴുതാം. ഏതൊക്കെ ഫിക്സഡ് അസറ്റ്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എഴുതാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, ഗുഡ് വിൽ ഉണ്ട് അല്ലേ? ലാസ്റ്റ് ഗുഡ് വിൽ കേട്ടോ. ഗുഡ് വിൽ ഫോർമാറ്റ് പറയുന്നത് ലാസ്റ്റ് ഗുഡ് വിൽ വരുന്നത് കേട്ടോ. ഫോർമാറ്റ് പറയുന്നത് എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ അത് പഠിച്ചിട്ട് പോയി കേട്ടോ. ആ പെർമനൻസും ലിക്വിഡിറ്റി പഠിച്ചിട്ട് പോയിക്കോളൂ. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ് നമുക്ക് അടുത്ത ഇവിടെ എക്സാമിന് ഉണ്ടായിരുന്നു സാറേ. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോണത്. നമുക്ക് നാളെ ഈവനിങ് ഡിസ്കസ് ചെയ്യാം മക്കളെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും നാളെ ഈവനിങ്ങിൽ കറക്റ്റ് 7 o'clock ജോയിൻ ചെയ്താൽ ഈ എൻട്രി കിട്ടും. അല്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. അവിടെ എല്ലാവരും കറക്റ്റ് നാളെ 7 മണിക്ക് തന്നെ ജോയിൻ ചെയ്യണം. സാറിന് അവിടെ ചിരിച്ചിരുന്നോ? അപ്പൊ ഈ കറക്റ്റ് എൻട്രീസ് കിട്ടണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് 7 മണിക്ക് തന്നെ ജോയിൻ ചെയ്യാം. നാളെ രാവിലെ നമ്മുടെ റെഗുലർ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്. രാവിലെ മോർണിംഗിൽ 6 മണി മുതൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാവരും കയറിയിട്ട് ഡൗട്ടുകളൊക്കെ ഒന്ന് ചോദിക്കുക. ഇന്നെടുത്ത ഡൗട്ടുകളൊക്കെ നെഹ നാളെ മോർണിംഗിൽ പറഞ്ഞുതരാം കേട്ടോ നെഹ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഓക്കെ ബൈ. ഓക്കെ ബൈ ബൈ.